കൂടി നമ്മുടെ ഈ ലേൺ വൈസിന്റെ ഓറിയന്റേഷൻ സെഷൻ 8.0ലേക്ക് ഒഫീഷ്യലി വെൽക്കം ചെയ്യുകയാണ് എല്ലാവരെയും. അപ്പൊ ഇന്നത്തെ നമ്മുടെ സെഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ് ഇന്ന് നമ്മൾ ഇവിടെ നടത്താൻ പോകുന്നത്. അതായത് നമുക്കറിയാവുന്നതാണ്, നിങ്ങൾ എല്ലാവരും തന്നെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഡിഗ്രിക്കാണെങ്കിലും ജിക്കാണെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലാണ്. ഇഗ്നോ യൂണിവേഴ്സിറ്റി നമ്മുടെ രാജ്യത്തെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രിഫർ ചെയ്യുന്ന എല്ലാവർക്കും നമ്പർ 1 എന്ന് പറയാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇതിന് ഒരുപാട് അധികം പ്രത്യേകതകളുണ്ട്. അതായത് ഒരു അല്ലെങ്കിൽ റീജിയണൽ സെന്റർ, സ്റ്റഡി സെന്റർ, അങ്ങനെ ഒരുപാട് സെന്റേഴ്സിന്റെ അണ്ടറിൽ, അതുപോലെ ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, നോട്ടിഫൈ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ ഇതിനെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരിക, മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെയൊക്കെ മുന്നേ ആയിട്ട് നമ്മുടെ ലേൺ വൈസിന്റെ ഈ വർഷത്തെ ഓറിയന്റേഷൻ സെഷന്റെ തീമിനെ പറ്റി നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരികയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമുക്കൊരു തീം ഉണ്ട് ഈ വർഷത്തെ ഓറിയന്റേഷൻ സെഷൻ, ദാറ്റ് ഈസ് ഡിസ്കവർ, ലേൺ, അച്ചീവ്. അതാണ് നമ്മുടെ ഒരു തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, എല്ലാവരും നമ്മുടെ പോസ്റ്ററുകളിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് തീം? വളരെ ബ്രീഫ് ആയിട്ട് ചുരുക്കി ഒന്ന് പറയാം. ഡിസ്കവർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും, അല്ലെ? എന്തെങ്കിലുമൊക്കെ കഴിവുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ചിലപ്പോൾ ചില ആഗ്രഹങ്ങളുണ്ട്, ചിലപ്പോ ഉണ്ടാവും. ഇതിനെയൊക്കെ കണ്ടെത്തുക, അത് നമ്മൾ ഡിസ്കവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ എന്താണ്? ലേൺ. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇത്രയും ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നതനുസരിച്ച് 350-ലധികം പാർട്ടിസിപ്പൻസ് ഇപ്പൊ ഉണ്ട്. 360 ഒരുപാട് പേരുണ്ട്, അല്ലെ? അപ്പൊ ഇത്രയും ആളുകളെ എടുത്തു നോക്കിയാൽ എല്ലാവരും വ്യത്യസ്ത ഏജ് ഗ്രൂപ്പിലുള്ളവരായിരിക്കും, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും, വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് ചിന്തിക്കുന്നവരായിരിക്കും. അപ്പൊ ഈ വ്യത്യാസങ്ങളെയൊക്കെ, ഈ ഒരു ഡൈവേഴ്സിറ്റിനെ ഒക്കെ അതിജീവിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, പഠിക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം, അതാണ് നമ്മൾ ലേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് സാഹചര്യത്തിലും ഏത് പ്രായത്തിലും ഒക്കെ നമുക്ക് പഠിച്ചെടുക്കാം, നമുക്ക് നേടിയെടുക്കാം എന്നുള്ള ഒരു വിശ്വാസമാണ് ലേൺ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അവസാനത്തെ നമ്മുടെ അച്ചീവ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ, നിങ്ങളുടെ ഉള്ളിലുള്ള സ്വപ്നങ്ങളെ, ലക്ഷ്യങ്ങളെ എല്ലാം നേടിയെടുക്കുക, എത്തിപ്പിടിക്കുക, അതാണ് നമ്മൾ അച്ചീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതിനുവേണ്ടി നിങ്ങൾ പോകുന്നിടത്തോടെ നിങ്ങളുടെ കൂടെ എപ്പോഴും ലേൺ വൈസ് ഫാമിലി കൂടെ ഉണ്ടാവും എന്നൊരു ഉറപ്പ് കൂടി ഇപ്പൊ തരികയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ സെഷൻ ലീഡ് ചെയ്യാൻ പോകുന്നത് ലേൺ വൈസിന്റെ സിഇഒ ആയിട്ടുള്ള റഹീസ് സാർ ആണ്. അപ്പൊ സാറിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. റഹീസ് സാർ. Okay, thank you, Sunira ma'am. Yeah. Hello everyone. Very warm good evening to everyone. എല്ലാവർക്കും ഒഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. പലരും നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇപ്പൊ നല്ലൊരു കാലവർഷം, ഭയങ്കര അതിഭീകരമായിട്ടുള്ള മഴയാണ് പല ഭാഗത്തും. നിങ്ങളെല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ആ രീതിയിലുള്ള പ്രിക്കോഷൻസ് ഒക്കെ എല്ലാവരും എടുക്കുക. ഇപ്പൊ നെറ്റ്വർക്കിനൊക്കെ കുറെ പേർക്ക് ഇഷ്യൂസ് ഉണ്ടാവാനും സാധ്യത ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഇപ്പം 400 ക്രോസ് ചെയ്തു. ഇപ്പൊ 430 അറൌണ്ട് 430 പാർട്ടിസിപ്പൻസോളം ഇപ്പൊ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഈ ഓറിയന്റേഷൻസ് നമ്മളിപ്പം 2 ദിവസമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മെന്റർഷിപ്പ് ബാച്ചിൽ ആണ് ഓറിയന്റേഷൻസ് നടക്കാറുള്ളത്. ഇതിപ്പോ നമ്മുടെ മെന്റർഷിപ്പ്, നോൺ മെന്റർഷിപ്പ്, നമ്മുടെ ലേൺ വൈസിൽ എൻ്റെ ഫ്രഷ് ആയിട്ടുള്ള അഡ്മിഷൻ എടുത്ത എല്ലാവരും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം നമ്മളിപ്പോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു ഇമ്പോർട്ടൻറ്റ് സെഷനാണ് ഇഗ്നോയെ കുറിച്ച് ഒന്ന് അറിയാന്നുള്ളത്. വാക്ക് ഇഗ്നോ എന്ന്, നമുക്ക് ഒരുമിച്ച് ഇഗ്നോയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് നടക്കാം, അല്ലെങ്കിൽ ഇഗ്നോയെ കുറിച്ച് കൂടുതൽ അറിയാം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ സംഘടിപ്പിക്കുന്നത്. അപ്പം ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് എല്ലാവരും ആദ്യ അവസാനം വരെ നമ്മുടെ ഈ ഒരു സെഷനിൽ നിങ്ങൾ ഉണ്ടായിരിക്കുക. നെറ്റ്വർക്ക് ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടായിരിക്കുക. ലാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സെഷൻ അവസാനം വരെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുമെന്ന് വെച്ചാൽ ഇഗ്നോയെ കുറിച്ച് പിന്നെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവില്ല. അതിന്റെ ക്രെഡിബിലിറ്റി ആയിട്ട്, അതിന്റെ മറ്റ് ഇൻറ്റിഗ്രിറ്റി, ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ട്. അതെല്ലാം നമ്മുടെ ഇതിൽ ക്ലിയർ ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അവസാനത്തിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ്. പിന്നെ ഇന്ന് എൻ്റെ കൂടെ ലേൺ വൈസിന്റെ ഡയറക്ടർ ആയിട്ടുള്ള റസൽ സാറും ഉണ്ട്. റസൽ സാറ് ഏകദേശം 1000-ഓളം അഡ്മിഷൻ ഡിവിഷൻ മൊത്തം റസൽ സാറാണ് നോക്കുന്നത്. അപ്പം അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു പേഴ്സണാലിറ്റിയാണ് റിസൽ സാർ എന്ന് പറയുന്നത്. തൗസൻഡ്സ് ഓഫ് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എല്ലാവർക്കും ഇത്രയും പേർക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം അഡ്രസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുറച്ച് എന്തെങ്കിലും ലാസ്റ്റ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് അഡ്രസ് ചെയ്തിട്ട്
മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ലാസ്റ്റിൽ കുറച്ചധികം സർപ്രൈസസും ഉണ്ട്. അപ്പൊ ആരും തന്നെ തുടക്കത്തിൽ കുറച്ച് കഴിഞ്ഞിട്ട് ആരും പോകരുത്. അപ്പം എല്ലാം ആദ്യ അവസാനം വരെ എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ഔട്ട് ചെയ്യാം. അത്യാവശ്യം ടെക്നിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ഇഗ്നോ ലേണർ എന്നുള്ള രീതിയിൽ നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പം പറയുന്നത്. ഞാനപ്പം നമ്മുടെ സെഷനിലോട്ട് കിടക്കുകയാണ് ഞാൻ. അപ്പം ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് വെബ്സൈറ്റ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ഇഗ്നോയില് നിങ്ങൾ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും നിങ്ങൾ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ മേഖലയിലോട്ട് വന്നിട്ടുള്ളത്. അപ്പം ആ രീതിയിൽ നിങ്ങൾ ഇപ്പം ഇഗ്നോയില് അഡ്മിഷൻ എടുത്തോ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഓൾറെഡി അഡ്മിഷൻ എടുത്തവരുണ്ടാവും. അവർ ലേൺവൈസിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ അഡ്മിഷൻ എടുത്തവരുണ്ടാവും. ഇനി അതല്ല, നിങ്ങൾ ജസ്റ്റ് ലേൺവൈസ് ജോയിൻ ചെയ്തതിന് ശേഷമാണ് അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഫോം വന്നിട്ടുണ്ടാവും അല്ലെ, നിങ്ങൾക്കൊരു അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫോം. ഇതെല്ലാം ലേൺവൈസ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫോം കിട്ടിയിട്ടുണ്ടാവും, അത് ഫിൽ ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യം ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പം അതിൽ നിങ്ങൾ ഇപ്പം ഇഗ്നോ നിങ്ങൾ എന്തുകൊണ്ട് ചൂസ് ചെയ്തു കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ബേസിക് സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പം നിങ്ങളിപ്പോ ബേസിക്കലി നിങ്ങൾ ഒരു ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും അതവിടെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. രജിസ്ട്രേഷൻ ആണ് നമുക്ക് ആദ്യമായിട്ട് ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾ ആർക്കും വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചിലപ്പോൾ അക്ഷയയിൽ പോയിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെന്ററിൽ പോയിട്ട് ചെയ്യുന്നവരുണ്ടാവും. വീട്ടിൽ അത്യാവശ്യം സ്കാനർ കാര്യങ്ങൾ മൊബൈലിലൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. മൊബൈലിൽ നിന്ന് ചെയ്യുന്നതിന് കുറച്ചൊരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. അത്യാവശ്യം ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ജസ്റ്റ് ഇഗ്നോന്റെ വെബ്സൈറ്റ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്കത് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ ഇഗ്നോയുടെ ജസ്റ്റ് ഇഗ്നോ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒഫീഷ്യൽ സൈറ്റ് കിട്ടും. ഇവിടെ ഉണ്ട് www.igno.ac.in എന്നുള്ളതാണ് ഇഗ്നോയുടെ ഒഫീഷ്യൽ സൈറ്റ് വരുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഗ്നോയുടെ ഒഫീഷ്യൽ സൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇതാണ് ഇഗ്നോയുടെ ഒഫീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ടാബ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ 1 by 1 ആയിട്ട് നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നിങ്ങൾ അത്യാവശ്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 ടാബുകളാണ് രജിസ്റ്റർ ഓൺലൈൻ എന്ന് പറയുന്ന ഈ ഒരു ടാബും സ്റ്റുഡന്റ് സപ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ടാബും ആണ് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾ ഇഗ്നോയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, വെബ്സൈറ്റിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 ടാബുകൾ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് രജിസ്റ്റർ ഓൺലൈനിൽ എന്താണെന്ന് നോക്കാം. അതിൽ ആദ്യം വരുന്നത് ഫ്രഷ് അഡ്മിഷൻ ആണ്. അപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ ഇഗ്നോയിൽ ഫ്രഷ് ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അഡ്മിഷന്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ODL പ്രോഗ്രാംസിന്റെ. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ അഡ്മിഷന്റെ പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പം ഇത് summer.edu.in എന്നുള്ള സൈറ്റാണ്. ignoadmission.summer.edu.in എന്നുള്ള സൈറ്റിലോട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുക. ഇവിടെയാണ് നിങ്ങൾ അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് ലാസ്റ്റ് വന്നിട്ടുള്ള ജൂലൈ 31 ആണ്. ഇതിന് മുന്നേ ഡെഡ് ലൈൻ ഉണ്ടായിരുന്നു. ഇഗ്നോ ലാസ്റ്റ് ആയിട്ട് ഇങ്ങനെ അഡ്മിഷൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് 31 വരെ. അപ്പം ഇനി അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമോന്ന് അറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഇതിന്റെ ഒരു ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 31 ജൂലൈ ആണ്. പിന്നെ ഇവിടെ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻസ്, നിങ്ങൾ അഡ്മിഷൻ ഇപ്പം നിങ്ങൾ ഓൾറെഡി എടുത്തവർക്ക് അറിയാം എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് ബേസിക്കലി അഡ്മിഷൻ എടുക്കുമ്പോൾ വേണ്ടത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പൊ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് ഗോ ത്രൂ ചെയ്യാം. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ് അത്യാവശ്യമായിട്ട് കയ്യിൽ വെക്കണം. അതുപോലെ തന്നെ ഒരു സ്കാൻ സിഗ്നേച്ചർ നിങ്ങൾ വേണം. സ്കാൻ ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും വേണം. പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന നിങ്ങളുടെ സ്കാൻഡ് കോപ്പി മതി ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ അത് കയ്യിൽ വെക്കണം. ഓക്കെ. പിന്നെ പറയുന്ന കാര്യങ്ങളൊന്നും എക്സെപ്ഷണൽ ആണ്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മതി. നിങ്ങൾ SC/ST റിസർവേഷൻസ് കാര്യങ്ങൾ, ഫീസ് എക്സംഷൻസ് ഒക്കെ ഉണ്ട് SC/ST കാറ്റഗറിക്കൊക്കെ. അപ്പൊ അതൊക്കെ അവൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഇനി ഇത് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഫീസ് എക്സംഷൻസ് എല്ലാ കോഴ്സിനും ഇല്ല, ചില കോഴ്സസിനൊക്കെയാണ് ഉള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ അവൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ചെയ്തു വെക്കാം. ഓക്കെ. അപ്പൊ ഇതിലെ ഇപ്പൊ നിങ്ങളൊരു UG കോഴ്സാണ്, ഒരു ഡിഗ്രി കോഴ്സാണ് ഇഗ്നോയിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 10th സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ 12th സർട്ടിഫിക്കറ്റും അത്യാവശ്യമാണ്. പിന്നെ PG കോഴ്സ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഡിഗ്രി സർട്ടിഫിക്കറ്റും അതിന്റെ മാർക്ക് ലിസ്റ്റും ഈ 10th സർട്ടിഫിക്കറ്റിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണ്ടി വരുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒറിജിനൽ ഇല്ലെങ്കിൽ അതിന്റെ സ്കാൻഡ് കോപ്പി ആയാലും മതി, സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പി ആയാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം പറ്റുന്ന ഒറിജിനൽ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് സ്കാൻ ചെയ്ത കോപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ
സർട്ടിഫിക്കറ്റ്സ് എല്ലാം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ അത് ഫീ പേയ്മെന്റ് ചെയ്യേണ്ടത് 3 മോഡുകൾ ഇവിടെ പറയുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡും നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ മറ്റേ രജിസ്ട്രേഷൻ ഫീയും ക്യാൻസലേഷൻ ഓഫ് അഡ്മിഷൻ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഗോ ത്രൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഫ്രഷ് രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യുക. മറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ബേസിക് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഇന്ന കാര്യങ്ങൾ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൽ ID കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്താം. ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ മൊബൈൽ നമ്പറും മെയിൽ ID കൊടുക്കുമ്പോഴേ നിങ്ങളുടെ തന്നെ നിങ്ങൾ ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പറും മെയിൽ ID തന്നെ കൊടുക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം നമ്മുടെ മറ്റ് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ മെയിലായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇന്റിമേഷൻ വരുന്നുണ്ടാവുക. അപ്പം മെയിൽ ID കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഫ്രഷ് അഡ്മിഷനിൽ നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും. പിന്നെ പേപ്പർ സെലക്ഷൻ കാര്യങ്ങൾ, കോഴ്സ് സെലക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവും. അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങളുടെ യൂസർ നെയിം നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, പാസ്വേഡും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് വെച്ചിട്ട് ഈ ഒരു ക്യാപ്ചയും അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോർട്ടൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോർട്ടലിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം പലർക്കും ഉള്ള ഡൗട്ട് ആയിരിക്കും, നിങ്ങളിപ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്തവരൊക്കെ നമ്മുടെ മീറ്റിംഗിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞവരുണ്ടായിരിക്കും. അപ്പം ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ 2 ദിവസം മുന്നേ ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവരിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ചിലർക്ക് പെട്ടെന്നാവും. ഇതിന്റെ ഒരു ആവറേജ് ഡേ എന്ന് പറയുന്നത് നിങ്ങൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസത്തിന്റെ ഉള്ളിൽ ഇത് കൺഫേം ആവുന്നവരുണ്ട്. ഒരാഴ്ച എടുത്ത്, 2 ആഴ്ച എടുത്തും 1 മാസം വരെ എടുത്തും കൺഫർമേഷൻ ആവുന്നതുണ്ട്. അപ്പൊ അത് ഓരോ ഇതിനനുസരിച്ചാണ്, ഓരോ റീജിയണൽ സെന്ററിന്റെ ഇതിന്റെ ഒക്കെ അനുസരിച്ചായിരിക്കും. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിന്റെ വെരിഫിക്കേഷൻസ് അങ്ങനെയൊക്കെ എടുക്കുന്ന ഒരു ടൈം ലാഗ് എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ഡിപ്പെൻഡന്റ് ചെയ്തിരിക്കും. ഇനി എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിലുമായിട്ട് നോട്ടിഫിക്കേഷൻ വരും. ഈ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ എന്തോ വ്യത്യാസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മെയിൽ വരുന്നതാണ്. അല്ലെങ്കിൽ ഈ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാവും ഇഷ്യൂസ് റൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് റെക്ടിഫൈ ചെയ്തിട്ട് നമ്മൾ വീണ്ടും റീ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. എന്നിരുന്നാലും ഒരു ആവറേജ് ടൈം എന്ന് പറയുന്നത് ഒരു 1 വീക്കിന്റെ ഉള്ളിൽ നമുക്ക് കൺഫർമേഷൻ മെയിൽ നമുക്ക് വരുന്നതാണ്. അഡ്മിഷൻ കൺഫേം ആയെന്ന് പറഞ്ഞിട്ട്. അത് 1 മാസം വരെ എടുക്കുന്ന കേസസ് ഉണ്ട്. അപ്പം അത് ടൈം ലാഗ് ചില കേസസിൽ വരാറുണ്ട്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പം കുറച്ച് സമയം എടുക്കാറുണ്ട്, ചിലത് പെട്ടെന്നാവാറുണ്ട്. അപ്പം അത് അതിന്റെ ഒരു ട്രാഫിക്കിനനുസരിച്ച്, അപ്പൊ ഒരുപാട് അഡ്മിഷൻസ് അറ്റ് ടൈമിലൊക്കെ വരുമ്പം അത് വെരിഫൈ ചെയ്തെടുക്കുന്ന ഒരു സമയത്തിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇനി വൺസ് നിങ്ങളുടെ രജിസ്ട്രേഷൻ കൺഫേം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ വന്നിട്ട് നിങ്ങളുടെ ID കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ പലപ്പോഴും നമ്മുടെ ലേൺവൈസ് ലേണേഴ്സ് ഒക്കെ രജിസ്ട്രേഷൻ കൺഫേം ആയി കഴിഞ്ഞാൽ അവരെപ്പോഴും ചോദിക്കാറുണ്ട്, നമ്മളത് ID കാർഡ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മുടെ വെയിറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് നേരെ തന്നെ ഇഗ്നോ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യാം. സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ഓൺലൈൻ എന്നുള്ള ടാബിൽ പോയിട്ട് ഫ്രഷ് അഡ്മിഷൻ എടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് യൂസർ ആയിരിക്കുമല്ലോ, നിങ്ങളെ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ക്യാപ്ചയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ID കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഇനിയിപ്പോൾ നിങ്ങൾ മെന്റേഴ്സിനോട് ചോദിക്കാനോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ നോൺ മെന്റർഷിപ്പ് പ്ലാൻ SSC സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവിനോ മെസ്സേജ് ചെയ്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ID കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ഇനി അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെന്ററോട് പറഞ്ഞാൽ മതി, അവർ ചെയ്തു തരുന്നത്. ഓക്കെ, അപ്പം സിമ്പിൾ ആണ് കാര്യങ്ങൾ. ഇതെല്ലാം കുറേയൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത് അറിയാത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ട്. അപ്പോൾ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ID കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു വേ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ജസ്റ്റ് ഇതിൽ പോയിട്ട് ഫ്രഷ് അഡ്മിഷൻ അതിൽ പോയിട്ട് തന്നെ നിങ്ങൾ ഇവിടെ യൂസർ നെയിമും നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡും അടിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വൺസ് യുടെ അഡ്മിഷൻ കൺഫേം ആയതിനു ശേഷമാണ് നിങ്ങൾക്ക് ID കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രഷ് അഡ്മിഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞു. അങ്ങനെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങളിപ്പോൾ ഒരു ഫസ്റ്റ് ഇയറിൽ ഒരു ഡിഗ്രി കോഴ്സ് നിങ്ങൾ ഫസ്റ്റ് ഇയറിലോട്ട് കയറുവാണ്, അല്ലെങ്കിൽ ഒരു PGയിലോട്ട് നിങ്ങൾ ഫസ്റ്റ് ഇയറിലോട്ട് കയറുവാണ്. അപ്പം പിന്നെ നിങ്ങളുടെ മുന്നിൽ വരുന്ന 2 കടമ്പകൾ എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 2 വരുന്നത് നിങ്ങളുടെ എക്സാം ഫീസ് അടക്കുക എന്നുള്ളതാണ്.
അപ്പം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഗ്നോ ടൈം ടു ടൈം ആയിട്ട് ഓരോ സൈക്കിളിനും അസൈൻമെന്റ് അപ്ഡേറ്റ് ചെയ്യാൻ ഒരു വർഷമാണ് സാധാരണ അതിന്റെ ഒരു വാലിഡിറ്റി ഉണ്ടാവാറ്. അപ്പൊ അത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ ആപ്പിൽ ലേൺവൈസിന്റെ ആപ്പിൽ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസും അതിന്റെ ഗൈഡ് ബുക്കും നിങ്ങൾക്ക് അത് റെഫർ ചെയ്ത് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പ്രോബ്ലം പേപ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ശരിയാണോ നോക്കാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗൈഡ് ബുക്കും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. എവിടെയെന്ന് ഞാൻ പറയാം. സ്റ്റുഡന്റ് സപ്പോർട്ട് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ പോയിട്ട് ഡൗൺലോഡ്സ് എന്നുള്ള ആ ഒരു ടാബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം നിങ്ങൾക്ക് ഒരുപാട് നമ്മുടെ പ്രോസ്പെക്ടക്സ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ഇഗ്നോന്റെ മറ്റ് എല്ലാ കോഴ്സസിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രോസ്പെക്ടക്സ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം അസൈൻമെന്റ്സ് എന്നുള്ള സെക്ഷൻ നിങ്ങളുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ അസൈൻമെന്റ്സ് ഇവിടെ ഉണ്ട്. അങ്ങനെ ഓരോ PG ഡിപ്ലോമയുടെ ഉണ്ട്, അതുപോലെ തന്നെ ഡിഗ്രിയുടേതുണ്ട്, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്സ് എല്ലാ പ്രോഗ്രാമിന്റെയും അസൈൻമെന്റ്സ് ഇവിടെ സെക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡിഗ്രി സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കാം, ബാച്ചുലർ ഡിഗ്രി പ്രോഗ്രാംസ് എടുക്കാം. അപ്പൊ ഇവിടെ സെക്ഷൻ വൈസ് ആയിട്ട് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് കോഴ്സാണോ അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം, അത് എടുക്കേണ്ടതാണ്. ഇപ്പൊ ഇവിടെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് സൈക്കിളിലാണെന്നുള്ളതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. എന്നിരുന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ക്രോസ് വെരിഫൈ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം ഇതിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പൊ നിങ്ങൾക്കും ഇതിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിനും ഉള്ള സൗകര്യം ഇതിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കോഴ്സസ് കാര്യങ്ങൾ ഇവിടെ ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പൊ 4 ഇയറിലൊക്കെ അഡ്മിഷൻ എടുത്തവരുണ്ടെങ്കിൽ അതിന്റെ അഡ്മിഷൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. BComന്റെ ആണ്, BCom G സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ഇവിടെ ഉണ്ട്. BCom കഴിഞ്ഞ ജനുവരി മുതൽ ഇപ്പോൾ 4 ഇയർ മാത്രമാണുള്ളത്. അപ്പം ഇപ്പൊ BCom ആണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ BCom 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ ഇവിടെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ. 132 പിന്നെ ഒരു ഇന്റർ ഡിസിപ്ലിനറിന്റെ ഉണ്ട്, BRL ഉണ്ട് 101. പിന്നെ എൻവയോൺമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഇവിടെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ്. സെക്കൻഡ് സെമസ്റ്ററിന്റെ ഇവിടെയും അപ്ഡേറ്റ് ആയിട്ട് വരും. ഇപ്പം വന്നിട്ടില്ല. ഇപ്പൊ ആകെ 1, 2, 4 അസൈൻമെന്റ്സ് അപ്ഡേറ്റ് ആയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോർ പേപ്പർ ആണിത്. BCom 4 ഇയറിന്റെ കോർ പേപ്പർ ആണ്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ വാലിഡിറ്റി. ഇതിപ്പോ കഴിഞ്ഞ ജനുവരിയിൽ റിലീസ് ചെയ്തതാണ്. ജനുവരി മുതൽ ഡിസംബർ വരെ ഇതിന്റെ വാലിഡിറ്റി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഈ സൈക്കിളിലും കൂടി നിങ്ങൾക്ക് ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിന്റെ സമയം കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒക്ടോബർ 15, 2024 വരെ നിങ്ങൾക്ക് ഇത് സബ്മിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ട് എന്നാണ്. പിന്നെ അത് നിങ്ങളുടെ സ്റ്റഡി സെന്റർ പറയും ഇന്ന ഡേറ്റിനുള്ളിൽ, ചിലപ്പം സെപ്റ്റംബറിൽ വെക്കണം എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പൊ അത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിന്റെ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് വായിക്കുക. ഇത് ജനറൽ ആയിട്ടുള്ളതാണ്. ഇതുവരെ അതിന്റെ വാലിഡിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ചിലപ്പോൾ ചില സ്റ്റഡി സെന്റേഴ്സ് പറയാറുണ്ട് അതിന് മുന്നേ ആയിട്ട് ഒരു ഡെഡ് ലൈൻ ഒക്കെ കൊടുക്കും. അവർക്ക് വാല്യുവേഷൻ കറക്റ്റ് ചെയ്യാനും അതിനുള്ള സമയം എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ ഏത് സമയത്താണോ പറയുന്നത് അതിന് മുന്നേ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതിന്റെ വാലിഡിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസംബർ സൈക്കിളിൽ വരെ, അതായത് നമുക്ക് ഈ ഒരു സൈക്കിളിൽ വരെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനായിരിക്കും. ഇപ്പൊ ജനുവരിയിൽ അഡ്മിഷൻ എടുത്തവർക്കും നമ്മുടെ ജൂലൈ സൈക്കിളിൽ അഡ്മിഷൻ എടുത്തവർക്കും ഈ ഒരു അസൈൻമെന്റ് തന്നെ ആയിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ കോഴ്സ് നോക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. BPA ആണെങ്കിൽ അതുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ മാസ്റ്റേഴ്സ് ആണെങ്കിൽ അങ്ങനെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ MBA പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ താഴെ വന്നു കഴിഞ്ഞാൽ മാനേജ്മെന്റ് പ്രോഗ്രാം കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. MBAയുടെ അസൈൻമെന്റ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പേപ്പർ കോഡ് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പം എപ്പോഴും നിങ്ങൾ ഒരു ഇത് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വാലിഡിറ്റി കാര്യങ്ങളാണ് ഫസ്റ്റ് നോക്കേണ്ടത്. അപ്പൊ അത് ചെക്ക് ചെയ്യാം ഏത് അഡ്മിഷൻ വരെയാണ്. ഇതിപ്പോ ലേറ്റസ്റ്റ് അല്ല, ഇത് ജനുവരിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏപ്രിൽ 30, അതായത് കഴിഞ്ഞത്, പുതിയത് വന്നിട്ടില്ല. MBAയുടേത് വരാൻ പോകുന്നേ ഉള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ആപ്പിൽ. അതിന്റെ ഗൈഡ് ബുക്സും കാര്യങ്ങളൊക്കെ വൈകാണ്ട് തന്നെ റിലീസ് ചെയ്യും. ഇത് ഞാൻ പറയുന്നത് ഇയർ വൈസ് ഉള്ളവർക്ക് പ്രശ്നമല്ല കേട്ടോ. ഞാനിപ്പോ പറയുന്നത് ഇപ്പൊ MBA ഒക്കെ ആണെങ്കിൽ, MBA BCA പോലെയുള്ള കോഴ്സസ് എടുത്തവരാണെങ്കിൽ മാത്രം നിങ്ങൾ അസൈൻമെന്റ് എക്സാമിന് മുന്നേ സബ്മിറ്റ് ചെയ്യണം. കാരണം MBA BCA പോലെയുള്ള കോഴ്സസിന് സെമസ്റ്റർ വൈസ് ആണ് എക്സാം. ബാക്കിയുള്ള നമ്മുടെ ഫോർ എക്സാമ്പിൾ BCom ആയിക്കോട്ടെ, മറ്റ് ഇപ്പം BA പൊളിറ്റിക്കൽ സയൻസോ ഹിസ്റ്ററിയോ സൈക്കോളജിയോ MA സൈക്കോളജി ആയിക്കോട്ടെ, എല്ലാം ഇയർ വൈസ് ആണ്. അപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ഇനി അടുത്ത
സൈക്കിളിലായിരിക്കും. അതായത് അടുത്ത ജൂണിലായിരിക്കും നിങ്ങൾ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ അടുത്ത ജൂണിലായിരിക്കും നിങ്ങൾ പരീക്ഷ എഴുതുക. ഫസ്റ്റ് ഇയറിന്റെ പരീക്ഷ എലിജിബിൾ ആയിരിക്കുക. അതിന്റെ മുന്നേ ഉള്ള സൈക്കിളിൽ അല്ലെങ്കിൽ മാർച്ചിലൊക്കെ ആയിട്ടായിരിക്കും നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇപ്പൊ എല്ലാം നിങ്ങൾ ചെയ്യേണ്ടി വരും. ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ. അതിൽ കൺഫ്യൂഷൻസ് വരേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി വരുന്നതാണ് നിങ്ങൾ എക്സാം. നിങ്ങളിപ്പം ഞാനിപ്പോൾ അതിലോട്ട് വരാം. അതായത് നിങ്ങൾ സെമസ്റ്റർ വൈസ് പ്രോഗ്രാം അല്ലാതെ, അതായത് സെമസ്റ്റർ വൈസ് എക്സാം നടക്കുന്നതല്ലാത്തെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ സെമസ്റ്റർ വൈസ് നടക്കുന്ന എക്സാംസ് കുറെ ഉണ്ട്. അപ്പൊ അതിൽ രജിസ്ട്രേഷനും ഉണ്ട് സെമസ്റ്റർ വൈസ്, അതുപോലെ തന്നെ എക്സാംസ് നടക്കുന്നു. അങ്ങനെ രണ്ട് ഡിഫറൻസ് ആണ് ഉണ്ട്. ഇപ്പൊ MBA ആണെങ്കിൽ നിങ്ങൾ ഓരോ സെമ്മിനും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടാവും. BCA ഒക്കെ ഓരോ സെമ്മിനും രജിസ്റ്റർ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ എക്സാം എഴുതുന്നതിൽ MBA, BCA, അതുപോലെ തന്നെ MCOM, അതുപോലെ തന്നെ BBA പോലെയുള്ള കോഴ്സസിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെം വൈസ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിന് രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പൊ ടേം ആൻഡ് എക്സാമിനേഷൻ എന്നുള്ള ആ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ എക്സാം ഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ അതിന് വേറെ തന്നെ ഫീസ് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പം എക്സാമിനേഷൻ ഫീസും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ലൈൻ വൈസും നമുക്ക് ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫീസ് കാര്യങ്ങൾ അടക്കാൻ ആ സമയമാകുമ്പോൾ നിങ്ങളെ കണക്ട് ചെയ്യും. അപ്പം അത് നമ്മൾ ചെയ്തു തരുന്നതാണ്. ഇനി നിങ്ങൾക്ക് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ രജിസ്റ്റർ ഓൺലൈനിൽ പോയിട്ട് എക്സാം സബ്മിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എക്സാം ടേം ആൻഡ് എക്സാമിനേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ എക്സാം ആ ഒരു വെബ്സൈറ്റിലോട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകും. അപ്പൊ അവിടെ നിങ്ങൾ വേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം പേപ്പറുകളൊക്കെ ചൂസ് ചെയ്തതിന് ശേഷം എക്സാം ഫീസ് അടക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പം ഇപ്പൊ നിങ്ങൾ ഇപ്പൊ അഡ്മിഷൻ എടുത്തു, നിങ്ങളുടെ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്തു, അസൈൻമെന്റ് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തു, പിന്നെ എക്സാം ഫീസ് നിങ്ങൾ ചെയ്തു. അപ്പൊ അങ്ങനെ നിങ്ങൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ വൈസ് ആണ്, സെമസ്റ്റർ വൈസ് നിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നിങ്ങൾ സെക്കൻഡ് ഇയറിലോട്ട് പോവാണ്, അല്ലെങ്കിൽ സെക്കൻഡ് സെമസ്റ്ററിലോട്ട് പോവാണ് എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫ്രഷ് ആയിട്ട് അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഒരു വർഷത്തേക്കാണ്, ഇപ്പൊ MBAയുടെ കേസ് ആണെങ്കിൽ ഒരു സെമസ്റ്ററിലായിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം, അത് റിന്യൂ ചെയ്യണം. അപ്പൊ ഇഗ്നോയിൽ നിങ്ങൾ 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് ആണ്, നിങ്ങൾ 3 വർഷത്തേക്കല്ല അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത്. നിങ്ങൾ ഒരു വർഷത്തേക്കാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത്. നിങ്ങൾ വീണ്ടും അത് അടുത്ത വർഷത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ ചെയ്യണം. അതാണ് രജിസ്ട്രേഷൻ എന്നുള്ള ആ ഒരു പോർട്ടലിൽ കയറിയിട്ട്, ഇപ്പൊ ഇവിടെ രജിസ്റ്റർ ഓൺലൈനിൽ കയറുക, രജിസ്ട്രേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്ട്രേഷൻ പോർട്ടൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇപ്പം സെക്കൻഡ് ഇയറിന് അല്ലെങ്കിൽ തേർഡ് ഇയർ രജിസ്ട്രേഷൻ പോർട്ടൽ ഇപ്പോൾ ഓപ്പൺ ആണ് 31 ജൂലൈ വരെ. അപ്പൊ നമ്മുടെ ഓരോ അഡ്മിഷൻ സൈക്കിളിന്റെ കൂടെ തന്നെ രജിസ്ട്രേഷൻ വിൻഡോയും ഇഗ്നോ ഓപ്പൺ ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ കയറിയിട്ടാണ് നിങ്ങൾ സെക്കൻഡ് ഇയറിന്റെ, ഇപ്പം ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും നിങ്ങളുടെ സെക്കൻഡ് ഇയറിന്റെ അഡ്മിഷൻ നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഇതുപോലെ തന്നെ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതും നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഓരോ വർഷവും 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ 4 വർഷത്തെ ഡിഗ്രി 4 ഇയർ കോഴ്സ് ആണെങ്കിലൊക്കെ നിങ്ങൾ ഓരോ വർഷവും കൂടുമ്പോഴും രജിസ്ട്രേഷൻ ചെയ്തിട്ടാണ് നിങ്ങൾ അടുത്ത വർഷത്തിലോട്ട് നിങ്ങൾ പോകുന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അതിന് വീണ്ടും ഫീസ് കാര്യങ്ങൾ ഉണ്ടാവും. അത് ആ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റുഡന്റ് പോർട്ടൽ എന്നുള്ള ഒരു സൈറ്റിലോട്ടായിരിക്കും നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടാവാം. അപ്പൊ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്റ്റുഡന്റ് പോർട്ടൽ വഴിയായിരിക്കും നിങ്ങൾ അത് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ അഡ്മിഷൻ കൺഫേം ആയി, അപ്പൊ ഫ്രഷ് അഡ്മിഷൻ നിങ്ങൾ എടുത്തു, അതിന് ശേഷം ഒരു 1 or 2 months കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റുഡന്റ് പോർട്ടൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ രജിസ്ട്രേഷന്റെ ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റുഡന്റ് പോർട്ടൽ എന്നുള്ള ഈ ഒരു ഇതിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ എൻറോൾമെന്റ് നമ്പറും പാസ്വേഡും ആണ് ചോദിക്കുന്നത്. നിങ്ങൾ ആദ്യം ഇതിന് ഒരു രജിസ്റ്റർ ചെയ്യണം സ്റ്റുഡന്റ് പോർട്ടലിന്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രാം ഇവിടെ സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ നെയിം കറക്റ്റ് ID കാർഡുള്ള അതേ നെയിം ഇവിടെ കൊടുക്കുക. എൻറോൾമെന്റ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാപ്ചയും ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു OTP മെയിലായിട്ട് വരും. ആ OTPയും നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ എൻറോൾമെന്റ് നമ്പർ, യൂസർ നെയിമും പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്ത പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് പോർട്ടൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ സ്റ്റുഡന്റ് പോർട്ടലിൽ നിങ്ങൾക്ക് എല്ലാ സർവീസസും ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ
പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഇപ്പൊ ID കാർഡ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡന്റ് പോർട്ടൽ വഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സ്റ്റഡി സെന്റർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റുഡന്റ് പോർട്ടൽ വഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്തെങ്കിലും ഷിഫ്റ്റ് ഒക്കെ വരുവാണെന്ന് വിചാരിക്കാം. നിങ്ങളിപ്പോ നിൽക്കുന്ന ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ട് നിങ്ങളിപ്പോ നിങ്ങൾ വടകര റീജിയണൽ സെന്ററിൽ ഒരു സ്റ്റഡി സെന്റർ ആണ് നിങ്ങൾ കൊടുത്തത്. ഇപ്പൊ എറണാകുളത്തോട്ട് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റഡി സെന്റർ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡന്റ് പോർട്ടൽ വഴി നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ റീജിയണൽ സെന്റർ ചേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ അങ്ങനെയുള്ള എല്ലാ സർവീസസും, ഒരുപാട് സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ തന്നെ സ്റ്റുഡന്റ് പോർട്ടലിൽ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സർവീസസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റുഡന്റ് പോർട്ടൽ വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇതെന്തായാലും നിങ്ങൾ സെറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഫ്രഷ് അഡ്മിഷൻ എടുത്തതിന് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു സ്റ്റുഡന്റ് പോർട്ടൽ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല. കാരണം അതിൽ ഈ ഒരു നിങ്ങളുടെ ഡാറ്റാസ് എല്ലാം ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ചെറിയൊരു ടൈം എടുക്കും. അപ്പൊ ഒരു 2 months അല്ലെങ്കിൽ 1.5 2 months ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റുഡന്റ് പോർട്ടൽ സെറ്റ് ആക്കാം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ എന്തായാലും സ്റ്റുഡന്റ് പോർട്ടൽ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതിന് മുന്നേ നിങ്ങൾക്ക് സ്റ്റഡി സെന്റർ ചേഞ്ചോ അങ്ങനെ മറ്റെന്തെങ്കിലും സർവീസസ് ഒക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റുഡന്റ് പോർട്ടൽ വഴി നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും സ്റ്റുഡന്റ് പോർട്ടൽ ഒന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. അപ്പൊ അത് സിമ്പിൾ ആണ്, ഒന്നുമില്ല. നമ്മുടെ രജിസ്റ്റർ ഓൺലൈനിൽ പോവാം, രജിസ്ട്രേഷൻ എന്നുള്ള ആ ലിങ്കിൽ കയറുക, എന്നിട്ട് ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ചെക്ക് ബോക്സ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ എടുക്കും. എന്നിട്ട് ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ വരുന്നതാണ്. അപ്പൊ അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡീറ്റെയിൽസ് കൊടുക്കുക, ഒരു OTP വരും മെയിലിൽ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡന്റ് പോർട്ടൽ സെറ്റായി. എൻറോൾമെന്റ് നമ്പർ ആണ് നിങ്ങളുടെ സ്റ്റുഡന്റ് പോർട്ടലിലെ യൂസർ നെയിം. ഇതിവിടെ കറക്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. യൂസർ നെയിം നിങ്ങളുടെ ഫ്രഷ് അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന യൂസർ നെയിം ആയിരിക്കും. ആ യൂസർ നെയിം ഇവിടെ കൊടുക്കരുത്. നിങ്ങളുടെ ID കാർഡിലുള്ള എൻറോൾമെന്റ് നമ്പർ ഉണ്ടല്ലോ, അതാണ് ഇവിടെ സ്റ്റുഡന്റ് പോർട്ടലിന്റെ എൻറോൾമെന്റ് നമ്പർ ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്. പിന്നെ പാസ്വേഡ് ഇവിടെ ഉണ്ട്, പാസ്വേഡും കൊടുക്കുക. നിങ്ങൾ സെറ്റ് ചെയ്ത പാസ്വേഡ് ആയിരിക്കും, അത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് പോർട്ടൽ നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടും. ആ സ്റ്റുഡന്റ് പോർട്ടൽ വഴി ആയിരിക്കും രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മറ്റ് സർവീസസും നിങ്ങൾക്ക് സ്റ്റുഡന്റ് പോർട്ടൽ വഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം സെക്കൻഡ് ഇയർ അഡ്മിഷൻ നിങ്ങൾ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനി ഡിഗ്രി ആണെങ്കിൽ 3rd ഇയർ നിങ്ങൾ കഴിഞ്ഞു. ഇനി 4 year പ്രോഗ്രാം ഓപ്റ്റ് ചെയ്തുള്ളവരുണ്ടെങ്കിൽ 4 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഇഗ്നോന്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണം. റീജിയണൽ സെന്ററിൽ പോയിട്ട് ഒഫീഷ്യലായിട്ട് ഇഗ്നോന്റെ കോൺവൊക്കേഷൻ പ്രോഗ്രാമിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സാം എല്ലാം കഴിഞ്ഞതിന് ശേഷം രജിസ്റ്റർ ഓൺലൈനിൽ പോയിട്ട് കോൺവൊക്കേഷൻ ഇവിടെ വരും. ഇനി അടുത്തത് വരുന്നത് 38th കോൺവൊക്കേഷൻ. ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞത് 37th കോൺവൊക്കേഷൻ ആണ്. അത് ജനുവരി ഫെബ്രുവരി കഴിഞ്ഞ വർഷം, ഈ വർഷം ഫസ്റ്റിൽ അത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഡിസംബർ വരെ പരീക്ഷ എഴുതി നമ്മുടെ കോഴ്സ് ഫുൾ കംപ്ലീറ്റ് ചെയ്തവർക്ക് റീജിയണൽ സെന്ററിൽ പോയിട്ട് ഒഫീഷ്യലായിട്ട് സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്ന ഒരു ഒഫീഷ്യൽ കോൺവൊക്കേഷൻ ആണ്. അപ്പം അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് ചെറിയ ഫീസ് കാര്യങ്ങളുണ്ട്. അപ്പം അത് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ കോൺവൊക്കേഷൻ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഇഗ്നോന്റെ പങ്കെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ പങ്കെടുത്ത ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. വളരെ സീരിയസ് ആയിട്ട് ഒരുപാട് ഡിഗ്നിറ്ററീസ് ഒക്കെ വന്നിട്ട് ഉള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് നടക്കാറുള്ളത്. കാരണം നിങ്ങൾ 3 വർഷത്തെയും അല്ലെങ്കിൽ 4 വർഷത്തെയും അല്ലെങ്കിൽ 2 വർഷത്തെയൊക്കെ ഡിഗ്രി PG എന്നുള്ള ഒരു സ്വപ്നം നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾ കുറച്ചധികം വർഷം എടുത്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവും. എന്നിരുന്നാലും ആ ഒരു ഡിഗ്രി നിങ്ങൾക്ക് കൈ കിട്ടുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഹാർഡ് വർക്കിന്റെ ഒരു ഔട്ട്കം ആയിട്ടാണ്. അപ്പൊ അത് ഏറ്റവും ഭംഗിയായിട്ട് നല്ലൊരു പ്രോഗ്രാം ഒക്കെ വഴി ഇഗ്നോ അത് സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും, കാരണം പല കോളേജസിലും ഇപ്പൊ റെഗുലർ ആയിട്ട് പഠിക്കുന്ന, ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുക്കാൻ നമുക്ക്, അതുപോലെ തന്നെ MG ആയാലും കേരള യൂണിവേഴ്സിറ്റി ഒക്കെ ആയാലും അവിടെയുള്ള ഒരുപാട് കോളേജസ് ഒക്കെ ഉണ്ട്. അവിടെ റെഗുലറായി പഠിക്കുന്നവർക്ക് പോലും ഇങ്ങനെ ഒരു കോൺവൊക്കേഷൻ കൊടുക്കുന്ന പരിപാടിയൊന്നും സാധാരണ ഉണ്ടാവാറില്ല, വളരെ റയർ ആയിട്ട് ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഇഗ്നോ അങ്ങനെ ഒരു പ്രോഗ്രാം വളരെ റീജിയണൽ സെന്ററിന് അണ്ടറിൽ വളരെ വലിയ വിപുലമായിട്ടുള്ള പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പൊ അത്രത്തോളം ഇഗ്നോ അത് കമ്മിറ്റഡ് ആണ് അവരുടെ ലേണേഴ്സുമായിട്ട്. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് കോൺവൊക്കേഷൻ നിങ്ങളുടെ ഡിഗ്രി ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ആ രീതിയിൽ വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിനും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ ഇതിലാണ്. ഇത് നിങ്ങളുടെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു കോൺവൊക്കേഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എക്സാം എല്ലാം കഴിഞ്ഞ് നിങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് ഈ കോൺവൊക്കേഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ വേറെ കുറെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്.
പിന്നെ വരുന്നത് നമ്മുടെ സ്റ്റുഡന്റ് സപ്പോർട്ടിലെ നിങ്ങൾക്ക് ഡൗൺലോഡ്സിൽ തന്നെ നമുക്ക് മറ്റ് കുറച്ച് കാര്യങ്ങളും കൂടി ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇപ്പൊ അസൈൻമെന്റ് പറഞ്ഞല്ലോ, അതിന്റെ താഴെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് സൈറ്റിൽ പോയിട്ട് അവൈൽ ആണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ നിങ്ങൾ എടുക്കാൻ പോകുന്നത് അപ്പൊ ആ രീതിയിൽ നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യാം, എടുക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ബികോം അല്ലെങ്കിൽ MBA കോഴ്സസ് ഒക്കെ ആണെങ്കിൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ കോഡ് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. ഇപ്പം MBA ആണെങ്കിൽ MMPC എന്നുള്ള ആ ഒരു കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഇവിടെ ഉണ്ട്. ജസ്റ്റ് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ രീതിയിലാണ്. അപ്പം ഇതൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. എങ്ങനെയാണ് ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ സെൽഫായിട്ട് ഒന്ന് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്യാം. ഇതെല്ലാം ആപ്പിൽ അവൈലബിൾ ആണ്. എന്നിരുന്നാലും നിങ്ങൾക്കൊരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈറ്റിൽ കയറിയിട്ടും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയൊക്കെയാണ് ബേസിക്കലി നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഇതിൽ ഫ്രഷ് അഡ്മിഷൻ എങ്ങനെ എടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം പിന്നെ റീ രജിസ്ട്രേഷന്റെ പ്രോസസ്സ് പറഞ്ഞു. റീ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റുഡന്റ് പോർട്ടൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. സ്റ്റുഡന്റ് പോർട്ടലിൽ നമുക്ക് ഒരുപാട് സർവീസസ് ഉണ്ട്. നമ്മുടെ ID കാർഡ് ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റഡി സെന്റർ ചേഞ്ചിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റുഡന്റ് പോർട്ടൽ വഴി നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ID കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് ഫ്രഷ് അഡ്മിഷന്റെ പോർട്ടലിൽ തന്നെ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ID കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത് ഇതിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ അഡ്മിഷൻ കൺഫേം ആയി കഴിഞ്ഞാൽ ഇതിൽ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ സ്റ്റുഡന്റ് പോർട്ടൽ വഴി ചെയ്യണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ID കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പൊ 2 വഴിയുണ്ട്, സ്റ്റുഡന്റ് പോർട്ടൽ വഴി ചെയ്യാം, ഫ്രഷ് അഡ്മിഷന്റെ ഇതിലും പോയി ചെയ്യാം. ഇനി ID കാർഡൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ ജനുവരിയിലാണ് അഡ്മിഷൻ എടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ID കാർഡ് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യണമെന്ന് വിചാരിക്കാം, മിസ്സായി പോയി എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ വരുമ്പം ഈ ഒരു സൈക്കിളിന്റെ, ഇതിപ്പോ ജൂലൈ 2024 അഡ്മിഷൻ സൈക്കിളിന്റെ ലിങ്ക് ആണ് ഇത്. ഇപ്പൊ നിങ്ങളിപ്പം ജനുവരിയിലൊക്കെ അഡ്മിഷൻ എടുത്ത് ജനുവരി 2024 അഡ്മിഷൻ സൈക്കിളാണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് കാര്യമില്ല. അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആവില്ല, അത് ഇൻവാലിഡ് എന്ന് കാണിക്കാം. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ പ്രീവിയസ് അഡ്മിഷൻ പോർട്ടൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സൈക്കിളിലെയും അഡ്മിഷൻ പോർട്ടലിന്റെ ലിങ്ക് ഇവിടെ 1 by 1 ആയിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ക്ലിക്ക് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ ഇത് ജനുവരി 2023 ആണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ഓരോ പ്രീവിയസ് ഇയറിന്റെയും ഇവിടെ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കുറച്ചധികം പഴയ ഒരു രീതിയിലാണ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ഇവിടെ ഓരോ ലിങ്കും നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ പഴയതൊക്കെ ഇവിടെയാണ് നിങ്ങൾ പ്രീവിയസ് അഡ്മിഷൻ പോർട്ടലിൽ നിങ്ങൾക്ക് വളരെ റെയർ ആയിട്ടാണ് നിങ്ങൾക്ക് ഇതിലോട്ട് പോകേണ്ടി വരും. എനിവേ നിങ്ങൾക്ക് അഡ്മിഷൻ പോർട്ടൽ, സ്റ്റുഡന്റ് പോർട്ടൽ വഴി അഡ്മിഷൻ ID കാർഡൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. പക്ഷെ ഇൻ കേസ് അതില്ലെങ്കിൽ മാത്രം ഇത് നിങ്ങൾ നോക്കിയാൽ മതിയാവും. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് നിങ്ങൾ ഇഗ്നോന്റെ വെബ്സൈറ്റ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയേണ്ട കാര്യമാണ് റീജിയണൽ സെന്റേഴ്സും സ്റ്റഡി സെന്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഇപ്പോഴും ഇല്ലാത്തവർക്ക് നമുക്ക് ചെറിയതായിട്ട് ഒന്ന് ബ്രീഫായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇഗ്നോ എന്ന് പറയുന്ന സെൻട്രൽ ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ അതിന്റെ ക്രെഡിബിലിറ്റി കാര്യങ്ങളിലോട്ട് നമ്മൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ നമുക്ക് 1-2 ഡിഗ്നിറ്ററീസ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അവരത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പം ഇഗ്നോ എന്നുള്ളത് ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. പാർലമെന്റ് 1985 ഒരു നിയമം, പാർലമെന്റ് ആക്ട് വഴി, ഒരു പാർലമെന്റിന്റെ നിയമം വഴി സ്ഥാപിതമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്ന് പറയുന്നത്. ഡൽഹിയാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. പക്ഷെ ഡൽഹി, നമുക്ക് എല്ലാ കാര്യങ്ങളും ഡൽഹി പോയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓരോ സ്റ്റേറ്റിലും റീജിയണൽ സെന്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കേരളത്തിൽ 3 റീജിയണൽ സെന്റേഴ്സ് ആണുള്ളത്. വടകര ഉണ്ട്, കൊച്ചി ഉണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്. ഓരോ റീജിയണൽ സെന്റേഴ്സിന്റെ അണ്ടറിലും സ്റ്റഡി സെന്റേഴ്സും നമുക്കുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ഈ സ്റ്റഡി സെന്ററിലോട്ട് എങ്ങനെ പോകണം, കാര്യങ്ങൾ, പിന്നെ അവിടെയുള്ള കുറെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊക്കെ ഒരു നിങ്ങൾ ആ രീതിയിൽ തന്നെ ഇപ്പൊ നിങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ നല്ല രീതിയിലുള്ള റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടാത്ത രീതിയിലൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊക്കെ വളരെ റെയർ ആയിട്ട് ഉണ്ടാവാറുള്ളൂ. ഏകദേശം എല്ലാ സ്റ്റഡി സെന്റേഴ്സും വളരെ നല്ല രീതിയിലുള്ള സർവീസസ് ആണ് നിങ്ങൾക്ക് കൊടുക്കാറുള്ളത്.
അപ്പം ഇനി നിങ്ങൾക്കൊരു സംശയം, നമ്മളിപ്പം ഏകദേശം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് ഇഗ്നോന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റെക്കോർഡിങ്സ് ഇപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ റെക്കോർഡിംഗ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ നോക്കിയിട്ട് എന്തെങ്കിലും സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മിസ്സായി പോകുന്നുണ്ടെങ്കിൽ അതിൽ നോക്കി ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സിനോട് കറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഇനി ഞാൻ കിടക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സെഷനിലോട്ടാണ്. അതായത് നിങ്ങൾക്ക് പലപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടാവും, അതായത് ഇഗ്നോയിലാണ് ഇപ്പൊ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അപ്പം ഇഗ്നോ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിന് വാലിഡിറ്റി ഉണ്ടാവുമോ, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ എടുത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഡിഗ്രി എടുക്കുന്നുണ്ട്, PG പഠിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇഗ്നോ എന്നാണ് പറയുമ്പോൾ അതിപ്പോ ഡിസ്റ്റൻസ് അല്ലേ, അതിന് വലിയ അതിന് വാലിഡിറ്റി ഉണ്ടാവുമോ, അത് വെച്ചിട്ട് ജോലി കിട്ടുമോ, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ആ സംശയങ്ങൾ നമുക്ക് 1 by 1 ആയിട്ട് നമുക്കൊന്ന് അതൊന്ന് ബസ്റ്റ് ചെയ്യാം. ഒന്നെന്ന് വെച്ചാൽ ഇതൊരു നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ UGCയുടെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ അതിൽ പറയുന്നത് വെച്ചാൽ റെഗുലർ കൺവെൻഷണൽ മോഡിന്റെ അതേ വാലിഡിറ്റി ആണ് ഇഗ്നോയിലെ ODL ഓൺലൈൻ പ്രോഗ്രാം വഴി നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിഗ്രിയോ PGയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ വാലിഡിറ്റി, നിങ്ങൾ റെഗുലർ ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള അതേ വാലിഡിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്നുള്ളതാണ് UGCയുടെ ഒഫീഷ്യൽ ഒരു നോട്ടിഫിക്കേഷൻ തന്നെ. UGC അത് രണ്ടാമത് ഇറക്കിയിട്ടുണ്ട്. ഇത് പ്രത്യേകം ഇറക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോവിഡിന്റെ ഒക്കെ ശേഷം അത്യാവശ്യം എല്ലാവരും ഒരുപാട് പേര് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇഗ്നോന്ന് ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒരുപാട് പ്രശ്നമുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ലൈഫ് ലോങ് ആയിട്ട് നിങ്ങൾക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് എന്ത് ഇഗ്നോ എന്ന് പറയുന്നത്. ഇനി ഒരു 10, 20, 30, 40 കൊല്ലം കഴിഞ്ഞാലും അതിന് യാതൊരു പ്രശ്നവും പറ്റാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ മറ്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ആയിക്കോട്ടെ, മറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആയിക്കോട്ടെ, അവിടെയൊക്കെ ടൈം ടു ടൈം ആയിട്ട് പല യൂണിവേഴ്സിറ്റീസിന്റെയും അംഗീകാരം UGC എടുത്ത് കളയാറുണ്ട്. പക്ഷെ ഇഗ്നോന്റെ അങ്ങനെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. കാരണം അതൊരു സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റ്, വൈസ് ചാൻസലർ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ അതിന്റെ മറ്റ് അംഗീകാരത്തിനോ അതിന്റെ ക്രെഡിബിലിറ്റിക്കോ മറ്റൊരു ഇഷ്യൂവും നിങ്ങൾക്ക് സംശയിക്കേണ്ട ഒരു കാര്യമല്ല. പിന്നെ ഒരുവിധം എല്ലാ അക്രഡിറ്റേഷൻ ഏജൻസിയും, ഇപ്പം AICTEയും അതുപോലെ തന്നെ UGCയും, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്, പിന്നെ അതുപോലെ തന്നെ UPSC, PSC, നമ്മുടെ PSC ആയിരിക്കും, അതുപോലെ തന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒട്ടുമിക്ക ഇന്റർനാഷണലി നാഷണലി നമ്മുടെ രാജ്യത്തിന്റെ അകത്തും പുറത്തും ഒക്കെയുള്ള എല്ലാ അക്രഡിറ്റേഷൻ ഏജൻസീസും ഇഗ്നോയെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇക്വലൻസി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും, അതായത് നിങ്ങളൊക്കെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, അപ്പൊ ഒരു കേന്ദ്ര സർവകലാശാലയിലൊക്കെ പഠിക്കുന്ന അതേ കാറ്റഗറിയിലുള്ള റാങ്കിങ് തന്നെയാണ് ഇഗ്നോയിൽ നിന്ന് നിങ്ങൾ പഠിച്ചിറങ്ങിയാലും വാല്യൂ ഉള്ളത്. ഇപ്പം നിങ്ങൾ സർക്കാർ ജോലിക്കൊക്കെ നോക്കുന്നതാണെങ്കിൽ ഒരു പേടിയും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈവൻ പ്രൈവറ്റ് സെക്ടറിൽ വരെ ഇതിനുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് ഇന്നിപ്പോ ജസ്റ്റ് ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ട് ഇഗ്നോ എന്നുള്ളത്. അപ്പം കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ആ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ടതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മുടെ ലേൺവൈസിന് അത്യാവശ്യം യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം ചാനലും ഫേസ്ബുക്ക് പേജും ഒക്കെ ഉണ്ട്. യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ലേൺവൈസ് എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ലേൺവൈസ് ഡിഗ്രി PG എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ നെയിം എന്ന് പറയുന്നത്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. കാരണം ഇതിൽ ഒരുപാട് എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊന്നാണ് ഇത്. ഇപ്പൊ ജസ്റ്റ് കാണിച്ചതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇഗ്നോയെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ, അതായത് ഇഗ്നോയിൽ പഠിച്ചതിന് വാല്യൂ ഉണ്ടോ, ഇങ്ങനെയുള്ളതായിരിക്കും ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ സംശയം. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കണക്കുകളുടെ ബേസിസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വെച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ജസ്റ്റ് എല്ലാവരും മസ്റ്റ് ആയിട്ട് നമ്മുടെ വീഡിയോ ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എല്ലാവരും കാണേണ്ട ഒരു വീഡിയോ ആണിത്. തീർച്ചയായിട്ടും നിങ്ങൾ അത് കണ്ടിരിക്കേണ്ടതുണ്ട്. അതുപോലെയുള്ള ഒരുപാട് പ്ലേലിസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരുപാട് എഡ്യൂക്കേറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇഗ്നോയിലൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾക്കൊക്കെയുള്ള ഉദാഹരണം അല്ലെങ്കിൽ മറുപടികൾ നമ്മുടെ വീഡിയോസ് ആയിട്ടും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പേജും നമുക്കുണ്ട് ലേൺവൈസിന്റെ. അപ്പൊ അതും നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റഗ്രാം ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതിലും നമ്മൾ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം പേജും നിങ്ങൾ ഫോളോ ചെയ്യാം. ജസ്റ്റ് ലേൺവൈസ് ഒഫീഷ്യൽ എന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID വരുന്നത്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതിലും ലേൺവൈസിന് ഒരു പേജ് ഉണ്ട്. ലേൺവൈസ് എന്നുള്ളതാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജ് വരുന്നത്.
ഓക്കെ. അപ്പം അതെന്തുകൊണ്ടാണ് ഇഗ്നോ എന്നുള്ളത് ലിങ്ക്ഡിൻ ഇപ്പൊ നിങ്ങൾ പ്രൊഫഷണൽസ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ജോലി നോക്കുന്നവരും ഒക്കെ ലിങ്ക്ഡിനിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ ജോലി നോക്കുന്നവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണിത്. അപ്പം അതിലെ പ്രധാനപ്പെട്ട കണക്കുകൾ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ എന്തായാലും നമ്മുടെ കാണും. കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഒരുപാട് സംശയങ്ങൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇതിന്റെ വാല്യൂ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിരിക്കുക. പിന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ എത്ര അലൂമിനീസ് ഉണ്ട് എന്നുള്ളതും നോക്കൂ. ഇപ്പൊ ഏകദേശം ജസ്റ്റ് ഒന്ന് പറയുവാണെങ്കിൽ, ഓടിച്ചു നോക്കുകയാണെങ്കിൽ ലിങ്ക്ഡിനിൽ നോക്കും 4 ലക്ഷത്തിലപ്പുറത്തേക്ക് 48 ലക്ഷത്തിന്റെ അപ്പുറത്തേക്ക് അലൂമിനീസ് ഇഗ്നോയിൽ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിപ്പോ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റീസിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് അലുമിനീസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്ന് പറയുന്നത്. പിന്നെ ഗ്ലോബൽ പ്രസൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പല രാജ്യങ്ങളിൽ ഇഗ്നോയിൽ പഠിച്ചിറങ്ങിയിട്ട് വർക്ക് ചെയ്യുന്നവരും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണും. അതുപോലെ തന്നെ നമ്മൾ മറ്റ് കുറച്ചധികം നിങ്ങൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട വേറൊരു പ്ലേലിസ്റ്റ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഈ വീഡിയോ അണ്ടറിൽ വരുന്നതാണ്. ഇഗ്നോ അവയർനെസ് എന്നാണ് ഈ ഒരു പ്ലേലിസ്റ്റിന്റെ പേര്. അപ്പൊ പ്ലേലിസ്റ്റിൽ അപ്പൊ 2 വീഡിയോസ് ഇപ്പൊ അതിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം റിസർച്ച് ചെയ്തുകൊണ്ട് നമ്മൾ സമയം എടുത്തിട്ട് ചെയ്യുന്നതാണ്. വരും ദിവസങ്ങളിൽ ഒരുപാട് വീഡിയോസ് ഇതിൽ വരുന്നതാണ്. അപ്പൊ അതിൽ നമ്മൾ ഈ ഒരു വീഡിയോ ഇതിനൊക്കെ അത്യാവശ്യം നല്ല എൻഗേജ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു അഡ്മിഷൻ മുതൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വരെ നിങ്ങൾ ആ ഇഗ്നോ ജേണിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് റിലീസ് ചെയ്ത വീഡിയോ ആണിത്. അതിന് വാല്യൂ ഉണ്ടോ, പഠിച്ചാൽ കരിയർ സാധ്യമാണോ, കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സംഭവം കൂടി അതിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാം ചാനൽ നമുക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്ക് ചാനൽ ഉണ്ട്. അതുപോലെ തന്നെ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനലും നമുക്കുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഏത് വീഡിയോ എടുത്തു കഴിഞ്ഞാലും അതിൽ നിങ്ങൾക്ക് ഈ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ലിങ്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം. നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ളതും നമ്മുടെ ലേൺവേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ഈ ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളുടെ അസൈൻമെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ സമയമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെത്, പിന്നെ അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ നോട്ടിഫിക്കേഷൻ ആയിട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യാം. കാരണം നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾ ഓൾറെഡി അറിയിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് കാണാണ്ട് പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പോഴും അവിടെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഒറ്റ സെന്ററിൽ അല്ലെങ്കിൽ ഒറ്റ സ്ഥലത്ത് നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ കാര്യങ്ങൾ നോക്കാനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇതും നിങ്ങൾ ചെയ്തിരിക്കാം. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ടാണ് നമ്മളിപ്പം കടക്കാൻ പോകുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇഗ്നോന് ഒരുപാട് റീജിയണൽ സെന്റേഴ്സ് ഉണ്ട്, സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ നിങ്ങൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇപ്പം നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു ഇഗ്നോ യാത്ര എന്നും പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലേൺവൈസിലെ 2-3 പേര് തീർച്ചയായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിൽ മുഴുവൻ, അതായത് കേരളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ സ്റ്റഡി സെന്ററും കവർ ചെയ്തുകൊണ്ട് നമ്മുടെ സിസ്റ്റർ ഓർഗനൈസേഷൻ ആയിട്ടുള്ള പ്രപ്പോയ്സിന്റെ സിഇഒ ആയിട്ടുള്ള അപ്പൈ, അതുപോലെ തന്നെ നമ്മുടെ ഷാനിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൽ. ലേൺവൈസിന്റെ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ ആണ്, യൂട്യൂബിലെ നിങ്ങളുടെ സ്ഥിരം ഫേസ് ആണ്. അപ്പം ഷാനിയും അതുപോലെ തന്നെ ഷാക്കിർ കിരൺ എന്നടങ്ങുന്ന 4 പേര് അവര് സ്റ്റഡി സെന്ററിലോട്ട് പല രീതിയിൽ ഇപ്പം ബൈ ബസ്സും ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അവിടെ എത്താം, അതുപോലെ തന്നെ ഏത് രീതിയിലാണ് അവിടുത്തെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ അവര് തീർച്ചയായിട്ടും കോംപ്രിഹെൻസീവ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ റിലീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ഇതൊക്കെ നമ്മളൊരു വീഡിയോ ഫോർമാറ്റിലായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് നമ്മൾ എത്തിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയും ഇൻസ്റ്റാഗ്രാം ചാനൽ പേജ് വഴിയും ഒക്കെ നമ്മളത് റിലീസ് ചെയ്യുന്നുണ്ട് 1 by 1 ആയിട്ട്. ഇപ്പം നിങ്ങൾക്കിപ്പം വടകര റീജിയണൽ സെന്റേഴ്സിന്റെ അണ്ടറിലുള്ള സ്റ്റഡി സെന്റേഴ്സ് ആണ് ഇപ്പം നമ്മൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചി നമ്മൾ കവർ ചെയ്യും. അത് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം സ്റ്റഡി സെന്റർ അല്ലെ റീജിയണൽ സെന്റേഴ്സിന്റെ അണ്ടറിലുള്ള സ്റ്റഡി സെന്റേഴ്സും നമ്മൾ കവർ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു വിർച്വൽ കൈയടി കൊടുക്കാൻ നമ്മുടെ അപ്പൈ, ഷാനി, ഷാക്കിരൻ, കിരൺ അവര് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏകദേശം ഒരു മാസത്തോളം അവര് സമയം എടുത്തിട്ടുണ്ട്. എല്ലാ റീജിയണൽ സെന്റേഴ്സും ഇത്രയും മഴയും കാര്യങ്ങളൊക്കെ തൃണവൽക്കരിച്ച് കൊണ്ടിട്ട് അവർ മൊത്തം കവർ ചെയ്തിട്ട് മാക്സിമം ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഇഗ്നോ
കമ്മ്യൂണിറ്റി ആ ഒരു രീതിയിൽ ഇപ്പം ഒരുപാട് പേർക്കുള്ള സംശയങ്ങളാണ് സ്റ്റഡി സെന്ററിനെ കുറിച്ചിട്ട് അവിടേക്ക് എങ്ങനെ എത്തിപ്പെടുക എന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. ഇനി അത് എത്തിപ്പെട്ടാൽ തന്നെ അതൊരു പ്രോപ്പർ കോളേജ് ആയിരിക്കുമല്ലോ, ഇഗ്നോന്റെ ചെറിയൊരു സെന്റർ ആയിരിക്കും അവിടെ നിന്ന് ഉണ്ടാവും. അത് അവിടെയാണ്, അവിടുത്തെ ക്യാന്റീൻ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ വളരെ ക്രിസ്പായിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് നമുക്ക് എല്ലാവർക്കും അവരെ ഒന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാം. വളരെ സക്സസ്ഫുൾ ആയിട്ട് അവർ ഏകദേശം ഒരു മാസത്തോളം എടുത്തിട്ട് അവരെല്ലാ സ്റ്റഡി സെന്റേഴ്സും കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റീജിയണൽ സെന്റേഴ്സും അവർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു എഫേർട്ടിന് നമുക്ക് വിർച്വൽ ആയിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒന്ന് കൈയടിച്ചുകൊണ്ട് നമുക്ക് അവരൊന്ന് അഭിനന്ദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ മീറ്റിംഗിൽ ഇവര് അഭയും അതുപോലെ തന്നെ ഷാനിയും ഒക്കെ ഉണ്ട്. അപ്പം അവരുടെ ചെറിയൊരു എക്സ്പീരിയൻസും ഇതിനെ കുറിച്ചിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. അപ്പം അഭയെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ പ്രെപ്വൈസ് എന്നുള്ള ലെൻവൈസിന്റെ തന്നെ ഒരു സിസ്റ്റർ ഓർഗനൈസേഷൻ ആണ് CUT, അതുപോലെ തന്നെ IIT JAM, KISNET, അതുപോലെ തന്നെ മറ്റ് എൻട്രൻസ് കോച്ചിങ്ങിലൊക്കെ കോംപ്രിഹെൻസീവ് കോച്ചിങ് കൊടുക്കുന്ന പ്ലാറ്റ്ഫോം ആണ് പ്രെപ്വൈസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ CEO ആണ് അഭയ്. അപ്പം അഭയും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ക്രിയേറ്റർ ആയിട്ടുള്ള ഷാനിയും, ലെൻവൈസിന്റെ വീഡിയോ ക്രിയേറ്റർ ആയിട്ടുള്ള ഷാനിയും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം അവരെ ജസ്റ്റ് നമുക്കത് വെൽക്കം ചെയ്യാം. അതുപോലെ തന്നെ അവർ ജസ്റ്റ് ഷെയർ ഒരു 5 മിനിറ്റ്സിൽ അവരുടെ എക്സ്പീരിയൻസും നമ്മളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പം ഐ വെൽക്കം അഭയ് ടു ഷെയർ ഹിസ് ഇഗ്നോ യാത്രയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ ലേണേഴ്സുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു യു അഭയ്. Okay, thank you Raisa for the kind words. So once again, hi all. അപ്പം ഞാൻ അഭയ് പ്രകാശ്. ഇഗ്നോ യാത്രയുടെ ആദ്യ ദിവസങ്ങളിൽ ഞാൻ കണ്ടിന്യൂസ്ലി ഷാൻ സാറിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം മൊത്തം പറയാനുള്ളൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് മഴക്കാലാണ് ഒന്നാമത്, അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ വളരെ എളുപ്പമുണ്ടായിരുന്നു. ഏത് രീതിയിൽ ചൂടും വെയിലും ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ മഴയുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണെങ്കിലും കുറച്ച് ക്യാമ്പസുകളിൽ പോകാൻ പറ്റി, കുറച്ച് കോളേജുകളിൽ. ആൻഡ് എക്സാമിന്റെ ടൈം കൂടിയാണ്, ടേം ആൻഡ് എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂൺ മാസത്തിലെ ഞങ്ങൾ പോയ സമയത്ത്. അപ്പം എക്സാംസ് ഒക്കെ തന്നെ വളരെ ടൈംലി ആയിട്ടാണ് നടക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ഓർഡറും നോട്ടീസ് ബോർഡിലെല്ലാം തന്നെ കൃത്യമായിട്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എല്ലാം കൊടുത്ത് അത് പറഞ്ഞു കൊടുക്കുന്നതിനായിട്ട് പൊതുവെ അവിടെ ഒരു സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സ്റ്റാഫ് ഒക്കെ തന്നെ ഉണ്ടാവാറുണ്ട്. ഇനി സംശയങ്ങൾ തീർക്കുന്നതിനായിട്ട് വ്യത്യസ്ത ഓഫീസുകളുണ്ട്, കോളേജിന്റെ ഓഫീസും ഇഗ്നോന്റെ ഓഫീസും ഒക്കെ ആയിട്ട്. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രക്ചേർഡ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ കൃത്യമായിട്ട് ഉറപ്പിക്കാം. എന്നെ സംബന്ധിച്ച്, ഞാൻ വേറെ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന ആളെ സംബന്ധിച്ച് അത് കണ്ടതിൽ വളരെ സന്തോഷം തോന്നി. പിന്നെ റീജിയണൽ സെന്റേഴ്സിലേക്ക് വരുമ്പം നിങ്ങൾക്ക് അറിയാം, നോർത്തിലേക്കുള്ളത് അല്ലെ നോർത്തേൺ ഡിസ്ട്രിക്ട്സിലേക്കുള്ളത് വടകര എന്നുള്ള റീജിയണൽ സെന്റർ ആണ്. ഇപ്പോൾ വടകര റീജിയണൽ സെന്ററിന് കീഴിൽ കാസർഗോഡ് ജില്ല, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ഈ 5 ജില്ലകളിലെ വ്യത്യസ്ത സ്റ്റഡി സെന്റേഴ്സ് ആണ് വരുന്നത്. ഇനി എറണാകുളം റീജിയണൽ സെന്ററിലേക്ക് വരുമ്പോൾ തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളാണ് കൂടുതലായിട്ട് വരുന്നത്. ഇനി തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ 3 ജില്ലകളാണ് വരുന്നത്: പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. അപ്പൊ ഇത്രയും വ്യത്യസ്ത സ്റ്റഡി സെന്റേഴ്സ് ഈ 3 റീജിയണൽ സെന്റേഴ്സിന് കീഴിലായിട്ട് വരുന്നുണ്ട്. ആൻഡ് ഇവിടങ്ങളിലൊക്കെ തന്നെ മനസ്സിലാക്കാവുന്നിടത്തോളം എക്സാംസും അതുപോലെ മറ്റു കാര്യങ്ങളും വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നടക്കുന്നുണ്ട്. ഒരു പക്ഷേ സ്റ്റഡി സെന്റർ എന്നൊക്കെ തന്നെ ചിലപ്പം ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളതേ ഉള്ളൂ. ഞങ്ങൾ പോയപ്പോഴൊന്നും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ എല്ലാം തന്നെ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ചിലപ്പം ഫോൺ എടുക്കുന്നതിനെ പറ്റിയൊക്കെ തന്നെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് വെച്ചിട്ട് നിങ്ങൾ ദയവായി എല്ലാ സ്റ്റഡി സെന്റേഴ്സും അല്ലെങ്കിൽ എല്ലാ ഇതിന്റെ അതോറിറ്റീസും എങ്ങനെയാണെന്ന് കരുതാതിരിക്കുക. കാരണം ഞങ്ങൾ പോയിടത്തുനിന്നൊക്കെ തന്നെ അത്രയും നല്ലൊരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ മേ ബി അതൊരു ഒറ്റപ്പെട്ട സംഭവമൊക്കെ ആയെന്നിരിക്കാം. പക്ഷെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പരീക്ഷ നടത്തുന്ന രീതിയും അതുപോലെ ഈ നമ്മൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു തരാനുള്ളൊരു താല്പര്യമൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നിയൊരു കാര്യമാണ്. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ഇഗ്നോ യാത്രയുടെ എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. പക്ഷേ കേരളം മൊത്തമുള്ള കോളേജുകളിൽ പോയിട്ടുള്ള സ്റ്റഡി സെന്റേഴ്സ് സന്ദർശിച്ചിട്ടുള്ള ഷാനി സാറിന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എന്തായാലും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവും. അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ ഷാനി സാറിനെ ക്ഷണിക്കുകയാണ്. താങ്ക് യു. ഹായ് ഓൾ, എൻ്റെ പേര് ഷാനി ധർമ്മിഷ്. ഓക്കെ, അപ്പോ അഭയ് സാറ് പറഞ്ഞതുപോലെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റഡി സെന്റേഴ്സും വിസിറ്റ് ചെയ്യുക. അതും നമ്മൾ മാക്സിമം പോയിട്ടുള്ളത് ഈ എക്സാംസ് നടക്കുന്ന സമയത്തായിരുന്നു. അപ്പൊ എക്സാം നടക്കുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം എന്താണെന്ന് കൂടെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോ സത്യത്തില് അഭയ് സാറ് പറഞ്ഞതുപോലെ തന്നെ ഗുണങ്ങൾ മാത്രം തന്നെയാണ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാനുള്ളൂ. ഇപ്പൊ നിങ്ങളൊരു പരിചയമില്ലാത്തൊരു നാട്ടിലാണ് നിങ്ങൾക്ക് സ്റ്റഡി സെന്റർ കിട്ടുക, എക്സാം സെന്റർ കിട്ടുന്നതെങ്കിൽ, ഇപ്പൊ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാണ്, ഇപ്പൊ നിങ്ങൾ എക്സാമിന് വേണ്ടി പോവാണ് അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് സബ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പോകുന്നതെങ്കിൽ കൂടെയും നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിലും ഞാൻ കണ്ട ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നിയത്, ഞാൻ പോയ ഏകദേശം
30-ലധികം കോളേജുകൾ നമ്മൾ സന്ദർശിച്ചു. അവിടെയൊക്കെ ഉള്ള സെക്യൂരിറ്റിമാരുടെ ഒരു ഹെൽപ്പ് വളരെ വലുതായിരുന്നു. അപ്പോൾ ഒരു വലിയൊരു ക്യാമ്പസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് വിചാരിക്കുക, നിങ്ങൾക്ക് ഒരു രീതിയിലും പരിചയമില്ലാത്തൊരു സ്ഥലമാണെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റിമാരോട് ചോദിച്ചാൽ, ഞാൻ പറയുന്നത് അവിടെയുള്ള ഒരു സെക്യൂരിറ്റി പോലും ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ ഇപ്പോൾ ചില കോളേജിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ സ്റ്റുഡൻസിനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇഗ്നോ ആയിട്ട് ബന്ധപ്പെട്ട ഓഫീസുകളെ കുറിച്ച് ചിലപ്പോൾ അറിവുണ്ടാവില്ല, അവർ കേട്ടിട്ട് കൂടെ ഉണ്ടാവില്ല. ബട്ട് ഞാൻ പറയുന്നത് അവിടെയുള്ള സെക്യൂരിറ്റി വരെ നിങ്ങളെ വളരെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന്റെ ബിൽഡിങ്സ് എവിടെയാണ്, ഇഗ്നോയുടെ ഓഫീസ് എവിടെയാണ് വരുന്നത് തുടങ്ങിയ ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ, ആധികാരികമായിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്, ബട്ട് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഓഫീസ് എവിടെയാണ്, എക്സാം ഹോൾസ് എവിടെയാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, നോട്ടീസ് ബോർഡ്. ചിലർക്ക് ഏറ്റവും വലിയ സംശയം ഉണ്ടാവുക, പല കോളേജുകളിലും നോട്ടീസ് ബോർഡുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ എക്സാം ഹാളുമായിട്ട് ബന്ധപ്പെട്ട ലിസ്റ്റും കാര്യങ്ങളും പല സ്ഥലങ്ങളിലായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എസ് എൻ കോളേജ് കൊല്ലത്ത് പോയപ്പം കയറി വരുന്ന പാടെ സെക്യൂരിറ്റിയുടെ ഒക്കെ തൊട്ടടുത്തായിട്ട് അല്ലെങ്കിൽ ഗേറ്റിന് തൊട്ടടുത്തായിട്ട് പുറത്ത് തന്നെ ഒരു ബോർഡിലാണ് എക്സാം ഹോളിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഒട്ടുമിക്ക കോളേജുകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഇഗ്നോനായിട്ട് ഓഫീസുകൾ ഉണ്ടാവും. ഞാൻ പോയതിൽ വെച്ച് ഏകദേശം ഒരു 75% അല്ലെങ്കിൽ ഒരു 80% ഇഗ്നോനായിട്ട് ഓഫീസുകൾ ഉണ്ട് കോളേജുകളിൽ. അപ്പോൾ ഇഗ്നോന്റെ ഓഫീസ് എവിടെയാണ് അതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് നോട്ടീസ് ബോർഡുകളിൽ എല്ലാ ഡീറ്റെയിൽസും, എക്സാം ഹോൾ എവിടെയാണ്, ഏതൊക്കെ സമയത്ത് ഏതൊക്കെ എക്സാംസ് ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോ നമ്മുടെ ഒരു ജേണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇഗ്നോ യാത്ര എന്നുള്ള പേരിൽ ഞാൻ നടത്തിയ യാത്രയിൽ ആദ്യം എന്റെ കൂടെ ഉണ്ടായിരുന്ന അബീ സാറായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ കൂടുതലും വീഡിയോ എടുക്കുന്ന ഒരു ഇതായിരുന്നു എനിക്കുണ്ട്. കാരണം അബീ സാർ വളരെ എന്താണ് പക്വതയോട് കൂടി കാര്യങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അബീ സാർക്ക് നല്ല ഐഡിയ ഉണ്ട്. അതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അബീ സാർ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ എനിക്ക് എല്ലാ കോളേജുകളും സന്ദർശിക്കുന്നതിന് ഒരുപാട് ഹെൽപ്പ്, കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടുന്നതിന്. ഇനിയുള്ള കോളേജുകളിലേക്ക് പോകുമ്പോൾ മറ്റു രണ്ടുപേരെ എന്നെ അനുഗമിച്ചിട്ടുണ്ടായിരുന്നു. അബീ സാർക്ക് ശേഷം ഷാക്കിർ സാർ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം കൂടുതലുണ്ടായത് കിരൺ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇവർക്കൊക്കെ കുറച്ചും കൂടി ഗൈഡൻസ് കൊടുക്കാൻ എനിക്ക് സാധിച്ചത് അബീ സാറിന്റെ ഹെൽപ്പ് കൂടെ ആയിരുന്നു. അപ്പോ ഞാൻ വീണ്ടും എന്താണ് കോളേജുകളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ വടകര റീജിയണൽ സെന്ററിന്റെ കീഴിൽ ഇപ്പം എല്ലാ കോളേജുകളും ഞാൻ കോളേജുകൾ തന്നെയാണ്. അതായത് ഇഗ്നോ എക്സാംസിന്റെ നല്ല അന്തരീക്ഷമുള്ള, നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള, എന്നാൽ അതുപോലെ നിങ്ങളിപ്പോ ഞാൻ പറയുന്നത് അത്യാവശ്യം നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉള്ള, വാട്ടർ അവൈലബിലിറ്റി ഉള്ള, അത് ഡ്രിങ്കിങ് വാട്ടർ ആയിക്കോട്ടെ, അതുപോലെ ക്യാൻറ്റീനുകളുള്ള, നല്ല ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ക്യാൻറ്റീനുകളുള്ള കോളേജുകൾ തന്നെയാണ് ഇഗ്നോ സ്റ്റഡി സെന്റേഴ്സ് ആയിട്ട് കേരളത്തിൽ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ കേരളത്തിലുടനീളമുള്ള എല്ലാ ഇഗ്നോ സ്റ്റുഡൻസിനും ഒരുപാട് ഗുണമുള്ള, ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരുപാട് ക്യാമ്പസുകൾ നമുക്ക് കിട്ടിയതിൽ നമുക്ക് സന്തോഷിക്കാം. അത് ഏത് ജില്ലയോ ആയിക്കോട്ടെ, ഏത് RCയുടെ കീഴിലാണോ നിങ്ങൾ, ഏത് ജില്ല ആയിക്കോട്ടെ, നല്ല കോളേജുകളാണ് ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളും. അതിലിപ്പോ വടകര റീജിയണൽ സെന്ററിൽ ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പൊ സുൽത്താൻ ബത്തേരി ഒരു കോളേജ് വരുന്നുണ്ട്. സുൽത്താൻ ബത്തേരി കോളേജ് എന്ന് പറയുന്നത് വളരെ വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള കോളേജ് ആയിരുന്നു കേട്ടോ. സെന്റ് മേരീസ് കോളേജ് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ റിസോർട്ടിലൊക്കെ പോയൊരു ഫീലാണ്. അതുപോലെ ഇപ്പൊ നമ്മൾ കോളേജുകൾ വിസിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ അടുത്തൊക്കെ നല്ല അതുപോലെ ഇടുക്കിയിൽ പോയപ്പോഴുള്ള 2 കോളേജുകളും, പുറ്റടിയുള്ള കോളേജ് ആയിക്കോട്ടെ, തൊടുപുഴയുള്ള കോളേജ് ഒക്കെ എന്ന് പറയുന്നത്, ഇപ്പൊ തൊടുപുഴ ന്യൂമാൻസ് കോളേജ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് കോളേജുകളുടെ ലിസ്റ്റിൽ പെടുന്ന കോളേജാണ്. അപ്പൊ ഈ കോളേജുകളൊക്കെ നല്ല അന്തരീക്ഷമാണ്. അതുപോലെ തന്നെ ഈ പല കോളേജുകളുടെയും പരിസരത്തുള്ള പ്രദേശങ്ങൾ ഇപ്പോൾ നമുക്ക് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ ഒരുപാട് ഗുണകരമായിട്ടുള്ള, ഒരുപാട് നല്ല എക്സ്പീരിയൻസ് നമുക്ക് നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈ യാത്രയിലൂടെ മനസ്സിലാക്കാൻ പറ്റി. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഓരോ കോളേജിലും ഇഗ്നോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ ഇപ്പോൾ പാർക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ, നിങ്ങൾ സ്വകാര്യ വണ്ടികൾ കൊണ്ടുപോകണമെങ്കിൽ പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അധികം കടക്കുന്നില്ല. നമ്മൾ എല്ലാ കോളേജുകളെ കുറിച്ചിട്ടും അതിന്റെ എല്ലാ കാര്യങ്ങളും, ഇഗ്നോ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടതും അസൈൻമെന്റ് സബ്മിഷനും നമുക്ക് ലഭിക്കാവുന്ന ഹെൽപ്പുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇഗ്നോന്റെ എല്ലാ സ്റ്റഡി സെന്റേഴ്സിനെ കുറിച്ചും നമ്മൾ എപ്പിസോഡ് വൈസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പല വീഡിയോസും യൂട്യൂബിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ പറയുന്നു, ഞാൻ വൈൻഡപ്പ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയാണ്. കേരളത്തിൽ നമുക്ക് ഇഗ്നോന്റെ സ്റ്റഡി സെന്റേഴ്സ് ആയിട്ടുള്ള എല്ലാ കോളേജുകളും നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന, നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉള്ള, നല്ല ഭക്ഷണങ്ങൾ ലഭിക്കുന്ന, നമുക്ക് എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത, ചില കോളേജുകളിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളിലേക്കാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉള്ള കോളേജുകളൊക്കെ തന്നെയാണ് ഒട്ടുമിക്ക കോളേജുകൾ എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോ
ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ വരാൻ പോകുന്ന നിങ്ങളിപ്പോ പഠിക്കുന്നവരുണ്ടാവും, കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും നിങ്ങളുടെ പരിചയമുള്ളവർക്ക്. അപ്പൊ അവർക്കൊക്കെ തന്നെ ഇഗ്നോ എന്താണെന്ന് കൂടുതൽ അറിയുന്നതിന് നമ്മുടെ ഇഗ്നോ യാത്രയും ഒരു പരിധിവരെ സഹായമാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. സോ താങ്ക് യു ഓൾ. അപ്പോൾ വൺസ് അഗൈൻ നമുക്ക് അഭയ് സാറിനെയും ഷാനി സാറെയും ഒന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാം. അത്രയും എഫേർട്ട് എടുത്തുകൊണ്ട് നമുക്കായിട്ട് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഇഗ്നോ യാത്രയിലൂടെ അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ വൈകാണ്ട് അപ്പം നിങ്ങളൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ ചിലപ്പോ ഇപ്പം അവിടെ എത്തിയിട്ടുണ്ടാവില്ല. ഇപ്പം വടകര റീജിയണൽ സെന്റേഴ്സിന്റെ അണ്ടറിലുള്ള സ്റ്റഡി സെന്റേഴ്സ് ആണ് ഇപ്പം കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈകാണ്ട് കൊച്ചിനും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രിവാൻഡ്രം റീജിയണൽ സെന്റേഴ്സിന്റെ അണ്ടറിലുള്ള സ്റ്റഡി സെന്റേഴ്സിലോട്ട് എത്തുന്നതാണ്. അപ്പം എല്ലാവരും നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കൊക്കെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ലെങ്ത് ആയിട്ട് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും ആ വീഡിയോയിൽ ഉണ്ടായിരിക്കുക. അപ്പൊ വീണ്ടും നമുക്ക് അഭയ് സാറിന്റെ ഷാനി സാറിന്റെ ഒക്കെ പ്രത്യേക സെഷൻസ് ഒക്കെ നമുക്ക് വീണ്ടും പ്ലാൻ ചെയ്യാം. അവർ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ഫോർമാറ്റിലായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ലൈവ് സെഷനൊക്കെ ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്റ്റഡി സെന്ററിന്റെ വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ടിരിക്കുക. അതിൽ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ സ്റ്റഡി സെന്റർ ആയിട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ളതോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന പ്ലേസിന്റെ ഒക്കെ അടുത്തുള്ള സ്ഥലങ്ങളായിരിക്കാം. പക്ഷേ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റഡി സെന്റേഴ്സ് എടുത്തവരുണ്ടായിരിക്കും. ഒരു ഐഡിയ ഇല്ലാത്ത, എവിടെയാണ് എന്താണ് എന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്തവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ആ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഇഗ്നോ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു എപ്പിസോഡാവും, അല്ലെങ്കിൽ ഒരു ബൃഹത്തായിട്ടുള്ള ഒരു കാര്യമാവും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങൾ അതിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പം നമ്മളിപ്പം ഇന്ന് ഏകദേശം വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഇഗ്നോന്റെ മറ്റ് കാര്യങ്ങൾ, അഡ്മിഷൻ ടു കോൺവക്കേഷൻ വരെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ്. കാരണം അസൈൻമെന്റ് സബ്മിഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അസൈൻമെന്റ് സബ്മിഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ടൈമായിട്ട് അസൈൻമെന്റ് സബ്മിഷൻ വേണം. എക്സാം എഴുതുന്നതിന് നമുക്ക് എക്സാം ഫീസ് അടക്കേണ്ടതുണ്ട്. എക്സാമിന് സെപ്പറേറ്റ് ഫീസ് ഉണ്ട്. അപ്പൊ അത് ചെയ്യേണ്ടതുണ്ട്. അപ്പം പിന്നെ സെക്കൻഡ് ഇയറിലോട്ടൊക്കെ നിങ്ങൾ പോകുമ്പോൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു സെഷനിൽ വളരെ ലിമിറ്റഡ് ആയിട്ട്, നമുക്കൊരു 1 hourലൊന്നും നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് തീരാം. ഇത് ഒരുപാട് ഇനിയും പറയുവാണെങ്കിൽ ഇഷ്ടം പോലെ പറയാനുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് ഇത്രയാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ബാക്കി നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ലേൺവൈസ് ടീം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഫ്രം അഡ്മിഷൻ ടു നിങ്ങളുടെ കോൺവക്കേഷൻ വരെയുള്ള ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലേൺവൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ്. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വാട്സപ്പ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം ഇപ്പൊ നിങ്ങൾക്ക് മെന്റേഴ്സ് ആയിക്കോട്ടെ, മറ്റുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഒരുപാട് മെസ്സേജസ് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കാണാണ്ട് പോകുന്നുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു വാട്സപ്പ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ അതിന്റെ ലിങ്ക് നിങ്ങളുടെ മെന്ററോട് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ ഏത് വീഡിയോയുടെ താഴെയും ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ കയറി നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ കയറിയിട്ട് നമ്മുടെ ഇഗ്നോ യാത്രയെ റിലേറ്റഡ് ആയിട്ടുള്ളതും, അതുപോലെ തന്നെ യൂട്യൂബ് ഇഗ്നോ അവയർനെസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ കണ്ടിരിക്കുക. ഇഗ്നോയെ കുറിച്ചിട്ട് നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നിങ്ങൾ ഡിഗ്രി എടുക്കുന്ന അല്ലെങ്കിൽ PG ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ്. അപ്പം അതിനെ കുറിച്ചിട്ട് നിങ്ങൾ ആരെന്ത് ചോദിച്ചാലും അതിന്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് ചോദിക്കുവാണെങ്കിലൊക്കെ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ആരും അങ്ങനെ ക്രെഡിബിലിറ്റി ആണോ ഇഗ്നോ എന്നാണോ എന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങൾക്ക് അതിന് കൗണ്ടർ ചെയ്യാനുള്ള എല്ലാ പോയിന്റ്സും നമ്മളിപ്പോ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ള ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ആ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കാം. അപ്പം ഇപ്പം നമ്മൾ വളരെ ബ്രീഫായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കുറെ പേർക്കൊക്കെ ഇനിയും ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. തീർച്ചയായിട്ടും അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ മെന്റേഴ്സ് ഉണ്ട്. നോൺ മെന്റർഷിപ്പ് ബാച്ചിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം അവരുണ്ടാവും. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. അപ്പം ആ രീതിയിൽ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അഡ്മിഷൻ കൗൺസിലേഴ്സ് ഇപ്പൊ നിങ്ങളെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചത് അവരാണ്. നിങ്ങളുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് ഉണ്ട്, അവരെയും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. പക്ഷേ നമ്മുടെ ആപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മെന്റേഴ്സിനെയും അതുപോലെ തന്നെ സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവ്സിനെയും മാത്രമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കാം. മറ്റ് അഡ്മിഷൻ കൗൺസിലേഴ്സ് മറ്റുള്ള കാര്യങ്ങളിൽ ബിസി ആവുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈം ടു ടൈം ആയിട്ടുള്ള റിപ്ലൈ കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ അതിന് പ്രത്യേകം ഡിവിഷൻസ് നമുക്ക് ഉണ്ട്. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്
അപ്പം ആ രീതിയിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് നല്ലൊരു അക്കാഡമിക് ജേണി നിങ്ങൾക്ക് എല്ലാവർക്കും നേടിയാണ് ലെൻവൈസിന്റെ കൂടെയുള്ള. നമുക്ക് ഇനിയും ഒരുപാട് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. നമ്മൾ എപ്പോഴും നമ്മൾ ലെൻവൈസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത് ഒരു വിർച്വൽ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആയിട്ടാണ്. തീർച്ചയായിട്ടും ലെൻവൈസ് എന്നുള്ളത് നിങ്ങൾക്ക് കുറെ റെക്കോർഡ് ക്ലാസ്സസും അസൈൻമെന്റിന്റെ ഗൈഡ് ബുക്കും നൽകി നിങ്ങളെ വിടുക എന്നുള്ളതല്ല. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്കൊക്കെ ഒരു റെഗുലർ കോളേജിലൊക്കെ പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരുണ്ടാവും. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അത് സാധിക്കാൻ പറ്റാത്തവരുണ്ട്. അവർക്കൊക്കെ ആ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് നൽകുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡേ ടു ഡേ നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ കോർ ടീമിൽ എല്ലാവരും ആ ഒരു കാര്യത്തിലാണ് നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത്. നമ്മുടെ ലേണേഴ്സിന് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് എങ്ങനെ കൊടുക്കാം, നല്ലൊരു കോളേജ് എക്സ്പീരിയൻസ് എങ്ങനെ കൊടുക്കാം. അങ്ങനെ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ സൈക്കിളിലും നമ്മൾ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരാറുണ്ട്. അതൊക്കെ അടിപൊളിയാക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. നിങ്ങളുടെ ആ ഒരു അകമഴിഞ്ഞിട്ടുള്ള സപ്പോർട്ടും ഫീഡ്ബാക്കും പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്സ് ഒക്കെ നൽകുമ്പോഴാണ് നമുക്ക് ആ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ കൺസേൺസും കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യാം. അതെല്ലാം നമ്മൾ ആ രീതിയിൽ തന്നെ അഡ്രസ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് ക്വിക്കായിട്ട് എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള സംശയങ്ങൾ എല്ലാവരും കൂടി അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാലും പ്രശ്നമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ, അഡ്മിഷനും മറ്റ് ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ബ്രീഫായിട്ടൊന്ന് ചോദിക്കാം. റസൽ സാറും ഉണ്ട്, അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ തൗസൻഡ്സ് ഓഫ് അഡ്മിഷൻ എടുത്ത എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് റസൽ സാർ എന്ന് പറയുന്നത്. അപ്പം റസൽ സാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്തിട്ട് ഇടാവുന്നതാണ്. ഓക്കെ, ഒരു 5 minutes നമുക്ക് അതും കൂടി എടുക്കാം. അതിനുശേഷം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളിപ്പോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നില്ലേ, അപ്പൊ അതല്ലാതെ വേറെ എക്സാം ഫീസ് വേറെയും വരുന്നുണ്ടോ ഇഗ്നോന്റെ? അതെ അതെ, ഖദീജ അല്ലേ ചോദിച്ചേ? അതെ. എക്സാം ഫീസ് ഉണ്ട്, ചെറിയ ഫീസേ ഉള്ളൂ. പേപ്പർ 200 rupees ഒക്കെ വരുന്നത്. എക്സാം ഫീസ് വേറെ ഉണ്ട്. എക്സാം ഫീസ് സെപ്പറേറ്റ് നമ്മൾ കൊടുക്കണം. എക്സാം ഫീസ് നമുക്ക് എക്സാം എഴുതുന്നപ്പോൾ ഒരു സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ അതിന്റെ വരും. ചെറിയ ഫീസാണുള്ളത്. എക്സാം ഫീസ് സെപ്പറേറ്റ് നമ്മൾ കൊടുക്കണം. നമ്മളിപ്പോ ലേൺവൈസിന്റെ ആപ്പ് വഴി ഗൂഗിൾ ഫോം വഴി ഫോം എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും ഇനി വെബ്സൈറ്റിൽ കയറി വീണ്ടും ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞത് ലേൺവൈസ് നിങ്ങൾക്ക് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കാര്യം. ഇപ്പൊ അഡ്മിഷൻ എടുക്കാതെ ഇപ്പം നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ലല്ലോ? സന്ദീപ് അല്ല സംസാരിക്കുന്നത്? സന്ദീപ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അഡ്മിഷൻ എടുക്കാത്തവരുണ്ടെങ്കിൽ ലേൺവൈസ് വഴി അഡ്മിഷൻ എടുക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആ ഫോം ഫില്ല് ചെയ്യാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ആരെങ്കിലും അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഫോം ലിങ്ക് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ, നിങ്ങളുടെ നെയിം കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മതി. നമ്മുടെ അഡ്മിഷൻ ടീം അത് അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഫീസ് അടക്കാനുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, താങ്ക് യു. കാരണം ഞാൻ അത് രണ്ടാമത് നമ്മൾ തന്നെ പേഴ്സണലി ചെയ്യണമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് ചോദിച്ചാണ്. അതെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൽഫായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് കാണിച്ചു തന്നാണ്. നമുക്ക് സെൽഫായിട്ട് എങ്ങനെ അഡ്മിഷൻ എടുക്കാം. ലേണേഴ്സിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തായിരുന്നു അഡ്മിഷൻ എടുത്ത ടൈമില്. അപ്പം ഇനി അതിനകത്ത് ആപ്ലിക്കേഷനിൽ ബേസിക് ഇൻഫർമേഷൻ എന്നുള്ള ഭാഗം എംപ്റ്റി ആയിട്ട് കിടക്കുന്നത്. ഇനി നമ്മൾ രണ്ടാമത് അവിടെ ഫില്ല് ചെയ്യാൻ നിർബന്ധമില്ല കേട്ടോ. ആ ഡീറ്റെയിൽസ് നമ്മുടെ ആപ്പിൽ ഫില്ല് ചെയ്യണ നിർബന്ധമില്ല. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ, പേര്, ഇമെയിൽ ഐ ഡി ഒക്കെ മാത്രം മതി. ഫർദർ ഡീറ്റെയിൽസ് ഒന്നും ഫില്ല് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ആപ്ലിക്കേഷനിൽ കിടക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു പേരാണ് കിടക്കുന്നത്. ഞാൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു പേരാണ് കിടക്കുന്നത്. പേര് എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്താൽ അത് ടീമിൽ. ഞാൻ MA സൈക്കോളജി ആണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ കോഴ്സ് എത്രത്തോളം അബ്രോഡ് വാലിഡിറ്റി ഉണ്ട്? ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഈ കോഴ്സ് ചെയ്യുന്ന എത്രത്തോളം വാലിഡിറ്റി ഉണ്ടെന്ന് പറയാമോ? വാലിഡിറ്റിയെ ഇത് പറയുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് വാലിഡിറ്റിയുടെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എംബസി അറ്റസ്റ്റേഷൻ ആണല്ലോ നമ്മൾ ഫസ്റ്റ് ആയി നോക്കുന്നത്. ഇഗ്നോന് അങ്ങനെ എംബസി അറ്റസ്റ്റേഷന്റെ ഇഷ്യൂ ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ദുബായിലും ഒക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ പോകുന്ന എംപ്ലോയർ അടുത്തായിരിക്കും. ഇപ്പം ഇഗ്നോ എന്ന് പറയുന്നത് ഞാനിപ്പോ പറഞ്ഞല്ലോ, നമ്മുടെ എല്ലാ അക്രഡിഷൻ ഏജൻസീസും അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്യുവാണെങ്കിലും ഇഗ്നോന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് തന്നെ നിൽക്കുന്നതാണ്. അപ്പം അതിനങ്ങനെ ഒരു ഇഗ്നോന്ന് ചെയ്തത് കൊണ്ട് നിങ്ങൾ അത് വാലിഡ് അല്ല എന്നുള്ളത് എവിടെയും പറയാൻ പറ്റില്ല. കാരണം UGC അംഗീകൃതമാണ്, AICTE അതുപോലെ തന്നെ എല്ലാ അക്രഡിഷൻ ഏജൻസിയും അംഗീകരിച്ചിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്ന് പറയുന്നത്.
അപ്പം പിന്നെ ഓക്കെ സർ. വേണമെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലൊക്കെ പോകുമ്പോൾ ചിലവർ അവരോരോ ക്രൈറ്റീരിയ വെക്കുമല്ലോ. അപ്പം റെഗുലറായി അത് പഠിച്ചാലും മതി, സയൻസ് ഡിസ്റ്റന്റ് ഗ്രൂപ്പുകൾക്ക് സയൻസ് അതെ ഗ്രൂപ്പുകൾക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റി വാലിഡിറ്റി അതെ യു എയിലൊക്കെ കുറവാന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ കുറവാണ്. ഖത്തറിൽ അതെ, എങ്ങനെയാണെന്ന് അതായത് അറിയാമോ? സയൻസ് ഇപ്പൊ ഇഗ്നോ തന്നെ കൊടുക്കുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കോഴ്സസിനെ സയൻസ് കൊടുക്കുന്നുള്ളൂ. പിന്നെ അതിൽ തന്നെ ഓക്കെ നമുക്കും അറിയാം ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ലാബ് കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇപ്പം ഇഗ്നോയിൽ ഇപ്പൊ MSc കോഴ്സസ് അത്യാവശ്യം ഉണ്ട്. അതിന് കറക്റ്റ് ആയിട്ടുള്ള ലാബ് കാര്യങ്ങൾ പിന്നെ കുറച്ച് നമ്പേഴ്സ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് UG കോഴ്സസിൽ സയൻസ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കോഴ്സസേ കൊടുക്കുന്നുള്ളൂ. അധികവും ആർട്സ്, അതുപോലെ തന്നെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് കോഴ്സസ്, PCA പോലെയുള്ള കോഴ്സസ് ഒക്കെയാണ് ഇഗ്നോയിൽ വരുന്നത്. അപ്പൊ സയൻസ് കോഴ്സസിന് അങ്ങനെ വേണമെങ്കിൽ അത് പറയാം. പക്ഷെ മറ്റുള്ള ഇപ്പൊ MS സൈക്കോളജി ആയിക്കോട്ടെ, MBA ആയിക്കോട്ടെ, ഇതിനൊക്കെ ആ രീതിയിലുള്ള അറ്റസ്റ്റേഷന്റെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും നമുക്ക് ഇതുവരെ ഫേസ് ചെയ്തിട്ട് ആരും പറഞ്ഞിട്ട്. സാർ ലേൺവേഴ്സിന്റെ ആപ്പ് ലാപ്പിൽ കിട്ടാൻ എന്താ ചെയ്യേണ്ടി? ലേൺവേഴ്സിന്റെ ആപ്പ് കംപ്ലീറ്റ്ലി ഡിസൈൻ ഫോർ മൊബൈലാണ്. മൊബൈൽ യൂസ് ചെയ്യാൻ വേണ്ട രീതിയിലാണ് അത് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മൊബൈലാണ് നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മൊബൈലിലും അതേപോലെ ടാബിലും യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പോ MBA പോലത്തെ കോഴ്സുകൾക്ക് സെമസ്റ്റർ വൈസ് ആയിട്ട് എക്സാം എഴുതാന്ന് പറഞ്ഞില്ലായിരുന്നില്ലേ? അത് BA ഇംഗ്ലീഷിനും ഓപ്ഷൻ അവൈലബിൾ ആണോ? ഇല്ല, BA ഇംഗ്ലീഷിൽ ഇയർ വൈസ് ആണ് എക്സാം വരുന്നത്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ മാത്രമേ ഫസ്റ്റ് ഇയറിന്റെ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ചില പ്രോഗ്രാമുകൾക്ക് മാത്രമാണ് സെമസ്റ്റർ വൈസ് എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ഇഗ്നോ കൊടുക്കുന്നത്. അതിലൊന്ന് MBA ഉണ്ട്, അതേപോലെ BCA, MCOM, BBA അങ്ങനെയുള്ള ചില പ്രോഗ്രാമുകൾക്ക് മാത്രമാണ് സെമസ്റ്റർ വൈസ് എക്സാം എഴുതാൻ വേണ്ടി പറ്റുക. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഓൺലൈൻ ആയിട്ട് പറ്റുമോ? നമുക്ക് മെയിൽ ചെയ്യാൻ പറ്റുമോ? അസൈൻമെന്റ് സബ്മിഷൻ ആക്ച്വലി ഏറ്റവും ബെറ്റർ മെത്തേഡ് തന്നെ നിങ്ങൾ അവിടെ പോയിട്ട് തന്നെ ഡയറക്ട്ലി ഓഫ്ലൈൻ ആയിട്ട് സ്റ്റഡി സെന്ററിൽ പോയിട്ട് അവിടെ ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ മെത്തേഡ്. പിന്നെ ചില RCs ഇപ്പം ഈ കഴിഞ്ഞ എക്സാമിനും കൊച്ചിൻ RC ഒക്കെ ഓൺലൈൻ സബ്മിഷന്റെ ഒരു ലിങ്ക് കൊടുക്കും. ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ലിങ്ക് ഉണ്ട്. അപ്പൊ എല്ലാ RC കൊടുക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിൻ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നു. വടകരയും ട്രിവാൻഡ്രം അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ലിങ്ക് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ സബ്മിറ്റ് ചെയ്യാം. അല്ലാത്ത കേസസിലൊക്കെ നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് അവിടെ പോകും. സർ, നമുക്ക് UG കോഴ്സ് ഇഗ്നോയിൽ എടുത്തിട്ട് മാസ്റ്റേഴ്സ് ഒക്കെ റെഗുലർ ആയിട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ, ഒരു കുഴപ്പമില്ല. സർ, നമ്മൾ ഓൾറെഡി ഈ ആപ്പിലൂടെയാണ് അഡ്മിഷൻ എടുത്തത്. അപ്പൊ ഈ ഒരു യൂസർ നെയിമും പാസ്വേഡും വന്നിട്ടുണ്ട് മെയിലായിട്ട്. ഇഗ്നോയുടെ യൂസർ നെയിം പാസ്വേഡ് ആയിരിക്കും. ഇഗ്നോ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് ആണിത്. നിങ്ങൾ നമ്മൾ ഇതിൽ കയറി രജിസ്റ്റർ ചെയ്യണോ? വേണ്ട. ലേൺവൈസ് സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആപ്ലിക്കേഷൻ ഫോം കാര്യങ്ങൾ ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലേൺവൈസ് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ യൂസർ നെയിം പാസ്വേഡ് നമ്മൾ അതിൽ അടിക്കേണ്ട ആവശ്യമില്ല ഈ സൈറ്റിൽ കയറിയിട്ട്? ലേൺവൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നുണ്ടാവും യൂസർ നെയിമിന്റെ പാർട്ടില്. ഹലോ സാർ, ന്യൂ അഡ്മിഷൻ ആണ്. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്ക് കിട്ടാൻ എത്ര മാസം എടുക്കും സാർ? ടെക്സ്റ്റ് ബുക്ക് നമുക്ക് എക്സാക്ട് ടൈം പീരീഡ് പറയാൻ പറ്റില്ല. അഡ്മിഷൻ കൺഫേം ആയതിനു ശേഷം നിങ്ങളുടെ ID കാർഡ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 1 month ഒക്കെ നമുക്ക് എന്തായാലും ടെക്സ്റ്റ് ബുക്ക് റിസീവ് ചെയ്യും. ചില സമയങ്ങളിൽ ചില അഡ്മിഷൻ സൈക്കിൾ കുറച്ച് ഡിലേ ഉണ്ടാവാറുണ്ട്. 5 months ഒക്കെ ആവുമെന്ന് കേട്ടായിരുന്നു. ചില സമയങ്ങളിൽ അങ്ങനെ ഡിലേ വരാറുണ്ട്. പക്ഷെ ഒട്ടും വെറീഡ് ആവണ്ട. നമ്മുടെ ആപ്പിൽ ആ ടെക്സ്റ്റ് ബുക്കിന്റെ അതേ PDF നമ്മുടെ ആപ്പിൽ എല്ലാ ഫോൾഡേഴ്സിലും ഓരോ ലെസൺ അക്രോസ് ആയിട്ട് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ആ സെയിം PDF തന്നെയാണ് അവർ പ്രിന്റ് ചെയ്തിട്ട് ബുക്ക് ആയിട്ട് നിങ്ങൾക്ക് അയക്കുന്നുണ്ടാവുക. നമുക്ക് എക്സാംസ് എബ്രോഡ് എഴുതാൻ പറ്റുമോ? എക്സാംസ് എബ്രോഡ് എഴുതാം. പക്ഷെ അവിടെ നിന്ന് എഴുതുമ്പോൾ ഫീസിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അതെ. സർ, ഞങ്ങള് ഇഗ്നോയില് മാത്രമാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. രജിസ്ട്രേഷൻ എവിടെയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് സ്റ്റുഡൻസ് കൗൺസിലർ തന്നിട്ടുള്ള ആ ഫോം മാത്രം ഫില്ല് ചെയ്താൽ മതിയോ? അതല്ല ഇതേപോലെ നേരത്തെ കാണിച്ചു തന്നതിൽ നമ്മൾ തന്നെ വെബ്സൈറ്റിൽ കയറിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ലേൺവൈസിന്റെ ഹെൽപ്പ് നിങ്ങൾക്ക് ഇഗ്നോ രജിസ്ട്രേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്തിട്ട് എത്രയാണ് നിങ്ങൾ കോഴ്സിന് ഫീ ഉണ്ടാവില്ല, ഇഗ്നോയുടെ ഫീ ഉണ്ടാവില്ല, കോഴ്സ് ഫീ, അത് നമ്മുടെ ലേൺവൈസിന് പേ ചെയ്ത് കഴിഞ്ഞാൽ ലേൺവൈസ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഇൻഫോം ചെയ്യാണ് ചെയ്യുക. അതായത് ഇഗ്നോയില് പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് അത് മാർക്ക് കിട്ടാൻ വളരെ പ്രയാസമാണെന്നും അതിന് വീണ്ടും റിവാലുവേഷൻ ക്യാഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇപ്പൊ ഉദാഹരണത്തിന് 2 മാർക്ക് ഇട്ട കുട്ടിക്ക് വീണ്ടും ക്യാഷ് എടുത്ത് ഇവാലുവേഷന് കൊടുത്ത സമയത്ത് 35-40 മാർക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം കഴിഞ്ഞ വർഷം എല്ലാ ചാനലും കണ്ടിരുന്നു. ഇത് എത്രത്തോളം കറക്റ്റ് ആണ്? ഓക്കെ, നമ്മൾ അഡ്രസ് ചെയ്തുതരാം. കാരണം നമ്മളിപ്പോൾ ഏത് യൂണിവേഴ്സിറ്റി എടുത്താലും ഇപ്പം നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ കാലിക്കറ്റ് എടുക്കാം. നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG, അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി,
അതുപോലെ തന്നെ മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഈ ഒരു ഇഷ്യൂ വരാറുണ്ട്. റയർ ആയിട്ട് അങ്ങനെ വരാറുള്ളത്. പക്ഷെ ഇഗ്നോ പോലെയുള്ള അത്രയും വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ചെറിയൊരു ഇഷ്യൂ വന്നാൽ പോലും അത് മീഡിയാസിലൊക്കെ ഭയങ്കര ഹൈപ്പായിട്ടുള്ള ന്യൂസ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ ഒന്ന് ആലോചിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇഗ്നോയിൽ പഠിച്ചിറങ്ങുന്നത്. ഇപ്പൊ പരീക്ഷ എഴുതുന്നതും ഒക്കെ ആയിട്ട് അത്രത്തോളം ആൾക്കാർ അതിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ വളരെ റെയറായിട്ട് അങ്ങനെ സംഭവിക്കാറുണ്ട്. കാരണം ഇത്രയും റീജിയണൽ സെന്റേഴ്സും സ്റ്റഡി സെന്റേഴ്സും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്, അല്ലെങ്കിൽ അത്രയും ഒരു ബ്രാഞ്ചസ് ഉള്ള ഒരു ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് ഇഗ്നോ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ റെയറായിട്ട് അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ അതൊന്നും അത്ര കോമൺ അല്ല, അതെല്ലാവർക്കും അങ്ങനെ സംഭവിക്കുന്നതല്ല, വളരെ റെയർ ആയിട്ടാണ് അങ്ങനെ സംഭവിക്കാറുള്ളത്. ചിലപ്പം എക്സാം പേപ്പേഴ്സ് മിസ്സായി പോകുന്ന അങ്ങനെ ഇഷ്യൂസോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് അങ്ങനെ ഒരു കോമൺ ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം അത്രത്തോളം ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും പേര് ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാനും ഇഗ്നോയുടെ ക്രെഡിബിലിറ്റി ഒക്കെ അത് ബാധിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ. പക്ഷെ ഇതുവരെ ഇപ്പം 1985 ഇഗ്നോ സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പൊ 2024 ഇപ്പോഴും ഇഗ്നോന് ആ ഒരു അതിന്റെ ഒരു ക്രെഡിബിലിറ്റിയിലോ അതിന്റെ ആ ഒരു വിശ്വാസ്യതയിലോ ഒന്നും കാര്യമായിട്ടുള്ള ഒരു കളങ്കവും ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അതിൽ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ വളരെ റെയർ ആയിട്ട് എല്ലായിടത്തും നടക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇഗ്നോയിലും അതിന്റെ ഒരു വാസ്റ്റ്നെസ് ഒക്കെ നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇഗ്നോയിൽ അങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷെ അത് മീഡിയയിലൊക്കെ ഭയങ്കര ഹൈപ്പായിട്ട് വരും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത്രയും സെൻട്രൽ ഗവൺമെന്റിന്റെ ഇന്ത്യൻ പ്രസിഡന്റ് ചാൻസലറായി വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെയുള്ള ഒരു ഇൻസിഡന്റോ 2 ഇൻസിഡന്റോ ഉണ്ടായാൽ പോലും അത് മൊത്തത്തിൽ വലിയൊരു ഹൈപ്പായിട്ട് വരുന്നതാണ്. പക്ഷെ അങ്ങനെ യൂഷ്വലി ഇപ്പം നമ്മുടെ ലേൺവൈസിലാണെങ്കിലും ഒരുപാട് ലേണേഴ്സ് ഇപ്പം ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്ത് പരീക്ഷ കഴിഞ്ഞ് കോൺവക്കേഷൻ വരെ കഴിഞ്ഞവരുണ്ട്. അവർക്കൊന്നും യാതൊരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ റെയറായി സംഭവിച്ചതായിരിക്കും അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞത് ന്യൂസിലൊക്കെ അങ്ങനെ കുറച്ച് ഹൈപ്പിലായി വരും എന്നുള്ളത് സാധാരണയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ അതിൽ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇത്രയും ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനിൽ ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സാമും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഇഗ്നോ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലോ മറ്റ് യൂണിവേഴ്സിറ്റീസിലൊക്കെ പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് 6 മാസം കൂടുമ്പോൾ നമുക്ക് 2 വർഷത്തിൽ 2 പ്രാവശ്യം എക്സാം നടക്കാം. അതിന് ഡേറ്റ് ഷീറ്റ് വരുന്നുണ്ട്. അതിൽ കാര്യമായിട്ട് ഇപ്പം ലാസ്റ്റ് ഒരു ഡിസ്റപ്ഷൻ നടന്നത് നമ്മുടെ കോവിഡിന്റെ സമയത്ത് മാത്രമാണ്. അതല്ലാണ്ട് ഒരു സമയത്തും ഇഗ്നോയിൽ അങ്ങനെ മാസീവായിട്ടുള്ള ഒരു എക്സാമിലെ ഡിസ്റപ്ഷനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പൊ അതിൽ നമ്മൾ ഒരിക്കലും വറി ചെയ്യേണ്ട ആവശ്യമില്ല. അത് കാരണം അത് ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമല്ല. അപ്പൊ അവരെന്തായാലും ആ രീതിയിലുള്ള കാര്യങ്ങളെ അവർ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ റെക്ടിഫിക്കേഷൻ മെഷേഴ്സ് ഒക്കെ അവർ എടുക്കുന്നതാണ്. അപ്പൊ അതിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയാം. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഒരു പരിധിവരെ എല്ലാവരുടെയും സംശയങ്ങളൊക്കെ തീർന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോ ഒരു അക്കാഡമിക് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ ഇനിയും ഉണ്ടാവും. പക്ഷേ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, നമ്മൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെന്റേഴ്സൊക്കെ ആയിട്ട് നിങ്ങൾ ചോദിക്കുക. നമ്മൾ നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും തീർത്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു സെഷൻ എല്ലാവർക്കും വലിയ വിധത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി ഈ ഒരു സെഷനിൽ ഇത്രയും നേരം വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ. അപ്പോൾ ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും മീറ്റ് ചെയ്യാം.